കൃഷ്ണ ഗുരുവായൂരപ്പ പുറത്രൈശ. സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഗോപാലകൃഷ്ണന്റെ പ്രണാമം. ധന്യമായ ഈ വേദിയിൽ കഴിഞ്ഞ അനവധി വർഷങ്ങളായി അറിയാവുന്ന കാര്യങ്ങൾ ഋഷിവര്യന്മാര് പറഞ്ഞത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ലഭിക്കുന്ന അനുഭൂതി വിവരണാതീതമാണ്. ഇന്നലെ ചേർത്തലയില് മരുതോർവട്ടം ക്ഷേത്രത്തില് 33ാമത് അഖില ഭാരത ഭാഗവത സത്രത്തില് 14,000 പേര് പങ്കെടുത്ത സദസ്സില് ഞാൻ ക്ലാസ് കഴിഞ്ഞപ്പോ പറഞ്ഞു, അവസാനത്തെ ശ്വാസം വരെ ശരീരമനങ്ങുമെങ്കിൽ ഇഴഞ്ഞു വന്നിട്ടാണെങ്കിലും എനിക്ക് ക്ഷണമുണ്ടെങ്കിൽ അറിയാവുന്ന കാര്യങ്ങള് പറയാൻ അനുവദിക്കണമേ ജഗദീശ്വര എന്നാണ് എൻ്റെ എല്ലാ ദിവസത്തെയും പ്രാർത്ഥന. ഇവിടെയും അതേപോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ സമയം പരിമിതമാണ്, അതുകൊണ്ട് വലിച്ചു നീട്ടി ഒന്നും പറയുന്നില്ല, വിഷയം മാത്രം. 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. മറ്റെല്ലാ സംസ്കാരങ്ങളും മണ്ണടിഞ്ഞിട്ടും ഭാരതീയ സംസ്കാരം ഇന്നും നിലനിൽക്കുന്നു. ആയിരക്കണക്കിന് ഋഷിവര്യന്മാര് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിലൂടെ ആയിരക്കണക്കിന് വിഷയങ്ങള് കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എഴുതി നമുക്ക് തന്നിട്ട് അവര് പറഞ്ഞു, വേണമെങ്കിൽ ഇഷ്ടമുള്ളത് വേണ്ടപ്പോൾ പഠിക്കുക, പഠിച്ചത് മറ്റുള്ളവരെ പഠിപ്പിക്കുക, സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം. പഠിക്കുക, എന്തു പഠിച്ചോ മറ്റുള്ളവരെ പഠിപ്പിക്കുക, എന്ത് പഠിച്ചു പഠിപ്പിച്ചുവോ അത് പ്രചരിപ്പിക്കുക, ആ പ്രചരിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക, ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ പ്രതികരിക്കുക. പഠിക്കുക, പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക, പ്രവർത്തിക്കുക, പ്രതികരിക്കുക. അതാവട്ടെ എന്റെ മുമ്പില് ഇരിക്കുന്ന ഓരോരുത്തരുടെയും ലക്ഷ്യവും മാർഗവും. നമ്മൾ ഈ ഭൂമിയിൽ സ്ഥിരമല്ല. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല, അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസവും നമ്മളിവിടെ ഇല്ല. എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതിനേക്കാൾ പ്രാധാന്യം ജീവിക്കുന്നിടത്തോളം കാലം ധന്യമായി ജീവിക്കുക. ആ ധന്യമായി ജീവിക്കാൻ നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം, നമ്മുടെ കുടുംബ ബന്ധങ്ങള്, നമ്മുടെ സംസ്കാരം, നമ്മുടെ സമൂഹം, നമ്മുടെ രാഷ്ട്രം, മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രം, 6 എണ്ണത്തിന് സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ് നന്മ വരുത്താൻ, സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്താൻ എത്രത്തോളം നമുക്ക് സാധിക്കുമോ അത്രയും നമുക്ക് സാധിക്കട്ടെ. മനസ്സിന്, ശരീരത്തിന്, കുടുംബത്തിന്, സംസ്കാരത്തിന്, സമൂഹത്തിന്, രാഷ്ട്രത്തിന് നമ്മുടെ ജീവിതം യൂസ്ഫുൾ ആവണം. നമ്മുടെ ജീവിതം പർപ്പസ്ഫുൾ ആവണം.
നമ്മുടെ ജീവിതം ഫ്രൂട്ട്ഫുൾ ആവണം, നമ്മുടെ ജീവിതം മീനിങ് ഫുൾ ആവണം. പ്രയോജനപ്രദമായ ജീവിതം, ലക്ഷ്യബോധമുള്ള ജീവിതം, ഫലപ്രദമായ ജീവിതം, അർത്ഥവത്തായ ജീവിതം. അതിന് നമ്മൾ പ്രാർത്ഥിച്ചു. അസതോമാ സദ്ഗമയ. എന്റെ മനസ്സിനെ, എന്റെ ശരീരത്തെ, എന്റെ കുടുംബത്തെ, എന്റെ സംസ്കാരത്തെ, എന്റെ സമൂഹത്തെ, എന്റെ രാഷ്ട്രത്തെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോകണമേ ജഗതീശ്വര. മനസ്സു മുതൽക്ക് രാഷ്ട്രം വരെ 6 എണ്ണത്തെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകണമേ ജഗതീശ്വര. തമസോമ ജ്യോതിർഗമയ. എന്റെ മനസ്സ്, ശരീരം, കുടുംബം, സമൂഹം, സംസ്കാരം, രാഷ്ട്രത്തെ അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക് മൃത്യോർമ അമൃതം ഗമയ കൊണ്ടുപോകണമേ ജഗതീശ്വര. തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക് കൊണ്ടുപോകാൻ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയ ആയിരക്കണക്കിന് ഋഷീശ്വരന്മാര് നമുക്ക് നൽകിയത് ആചാരങ്ങള്, വിചാരങ്ങള്, വിശ്വാസങ്ങൾ, സങ്കല്പങ്ങൾ, ഉപഗ്രന്ഥങ്ങൾ, കഥകൾ, അനുഭവങ്ങൾ, ഉപദേശങ്ങൾ, ജീവിത സത്യങ്ങൾ. 9 വാക്ക് പഠിക്കണം. ആചാരങ്ങള്, വിചാരങ്ങൾ, വിശ്വാസങ്ങൾ, സങ്കല്പങ്ങൾ, ഉപഗ്രന്ഥങ്ങൾ, കഥകൾ, അനുഭവങ്ങൾ, ഉപദേശങ്ങൾ, ജീവിത സത്യങ്ങള്. ഇത് കേൾക്കണം, കാണണം, ചർച്ച ചെയ്യണം, ചിന്തിക്കണം, നല്ലത് ജീവിതത്തിൽ പകർത്തണം. ലിസണിങ്, വാച്ചിങ്, ഡിസ്കസിങ്, thinking and then practicing. Listening and making others listening. Watching, making others watching. Discussing, making others discussing. Thinking, making others thinking. Practicing, making others practicing. അത് നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇനി വിഷയത്തിലേക്ക് കടക്കാം. ക്രിസ്ത്യാനികൾക്ക് ഒരു ഗ്രന്ഥമേ ഉള്ളൂ, മുസ്ലിങ്ങൾക്ക് ഒരു ഗ്രന്ഥമേ ഉള്ളൂ. നമുക്കൊന്നല്ല, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങള്. ആ ക്രിസ്ത്യാനിക്കും ആ മുസ്ലിമിനും ലോവർ പ്രൈമറി ആണ് ക്വാളിഫിക്കേഷൻ എങ്കിലും, MA ആണെങ്കിലും, PhD ആണെങ്കിലും, IAS ആണെങ്കിലും ഒരു ബൈബിളേ ഉള്ളൂ പഠിക്കാൻ, ഒരു ഖുറാനേ ഉള്ളൂ പഠിക്കാൻ. നമുക്കങ്ങനെയല്ല. ഇനി കയ്യിലുള്ള നോട്ടീസ് തുറക്കാം. കയ്യിൽ നോട്ടീസ് കിട്ടാത്തവരെ കൈ ഉയർത്തിയാൽ നിങ്ങളുടെ അടുത്തേക്ക് വരൂ. അത് നേരത്തെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഉടനെ വരും. അടുത്ത് വരുമ്പോ മേടിക്കാം. 15 പോയിന്റാണ് 1 മണിക്കൂർ 5 മിനിറ്റ് കൊണ്ട് എടുക്കേണ്ടത്. ആദ്യത്തേത് ഭാരതീയ ഗ്രന്ഥങ്ങൾ പഠിക്കേണ്ട രീതി. ഭാരതീയ ഗ്രന്ഥങ്ങൾ പഠിക്കേണ്ട രീതി ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മുടെ ലെവല് ലോവർ ആണെങ്കിൽ ജീവിതത്തെ യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ ആൻഡ് മീനിങ് ഫുൾ ആക്കാൻ, ധന്യമായൊരു ജീവിതത്തിന് നമ്മൾ കേൾക്കുകയും കാണുകയും ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത് കഥകളിലൂടെ ലഭിക്കുന്ന സന്ദേശങ്ങളാണ്. കഥകളിലൂടെ ലഭിക്കുന്ന സന്ദേശങ്ങൾ കേൾക്കാൻ നമുക്ക് എളുപ്പമാണ്, താല്പര്യമുണ്ട്. ഏത് ലെവലിലുള്ളവർക്കും അത് പ്രയോഗിക്കാം. 1-ാമത്തെ വരി വായിക്കാം എന്നോടൊപ്പം. 1 പുരാണങ്ങള് കഥകളിലൂടെ
ജീവിതത്തിലെ നന്മകളും തിന്മകളും, നന്മ ചെയ്യുന്നവർക്കും തിന്മ ചെയ്യുന്നവർക്കും അനുഭവിക്കേണ്ടി വരുന്ന ഫലങ്ങളും പ്രതിഫലങ്ങളും വിവരിക്കുന്നതാണ് 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും. ആ പുരാണങ്ങളില് രാജാക്കന്മാരുടെ കഥ, ഋഷിമാരുടെ കഥ, നല്ല മനുഷ്യരുടെ കഥ, ചീത്ത മനുഷ്യരുടെ കഥ, പ്രകൃതി ശക്തികളുടെ, ദേവന്മാരുടെ, ദേവിമാരുടെ കഥ, ആ കഥകളില് ചരിത്രബന്ധമുണ്ടാകാം. പഴശ്ശിരാജ എന്ന സിനിമ പോലെ, അല്ലെങ്കിൽ വടക്കൻ വീരഗാഥ എന്ന സിനിമയിലുള്ളതുപോലെ ചരിത കഥകളായിരിക്കാം, ചരിത്രത്തിന്റെ സ്പർശങ്ങൾ ഉണ്ടായിരിക്കാം, ചിലപ്പോ വെറും കഥകളായിരിക്കാം. അതിൽ പ്രധാനപ്പെട്ടത് രാജാക്കന്മാരുടെ. കാരണം ഒരു രാഷ്ട്രത്തില് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഭാഗം അഭിനയിക്കുന്നത് രാജാവാണ്. ഒരു രാഷ്ട്രത്തിന്റെ നന്മ തിന്മയുടെ ഉത്തരവാദിത്വം രാജാവിൽ നിക്ഷിപ്തമായതുകൊണ്ട് ആ രാജാവ് അനുഭവിക്കുന്ന സുഖദുഃഖങ്ങളും രാജാവ് ചെയ്യുന്ന നന്മ തിന്മകളും കഥകളിലൂടെ വിവരിച്ചാൽ, അത് അംബരീഷനായാലും ധ്രുവനായാലും പൃഥുവാണെങ്കിലും ഹിരണ്യകശിപു ആണെങ്കിലും മഹാബലിയാണെങ്കിലും പ്രഹ്ലാദനാണെങ്കിലും അവരൊക്കെ കഥകളിലൂടെ ആ ജീവിത ദൗത്യം നമ്മളെ അറിയിക്കുന്നു. ഭാഗവതം വായിക്കുന്നതിന്റെ അവസാന ഭാഗത്തിലെത്തുമ്പോൾ നിങ്ങൾ കേട്ട് കാണും, കഥായിമാസ്തേ കഥിതാമഹീയസാം പിതായ ലോകേഷു യശപ്പരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിബോധിർന്നത് പാരമാർത്ഥ്യം. കഥകളിലൂടെ നൽകുന്ന സന്ദേശങ്ങള് അത് മനസ്സിനകത്ത് സയന്റിഫിക് ടെമ്പർ ഉണ്ടാക്കാനാണ്, ശാസ്ത്രബോധമുണ്ടാക്കാൻ. വൈരാഗ്യം, ബോണ്ടേജ്, ബന്ധനമില്ലാത്ത അവസ്ഥ, അറ്റാച്ച്മെന്റ് ഇല്ലാത്ത അവസ്ഥയല്ല, ബന്ധനമില്ലാത്ത അവസ്ഥയുണ്ടാക്കാനാണ് ഈ കഥകളെല്ലാം പറഞ്ഞു തന്നിരിക്കുന്നത്. ഓർമ്മിക്കുക, 18 പുരാണങ്ങളിലും 18 ഉപപുരാണങ്ങളിലും മൃഗങ്ങളുടെ കഥയല്ല പറഞ്ഞിരിക്കുന്നത്. ഗജേന്ദ്രമോക്ഷം പോലും ഒരു രാജാവിന്റെ കഥയാണ്, ആനയുടെ കഥയല്ല, അതൊരു രാജാവിന്റെ കഥയാണ്. അപ്പൊ പുരാണങ്ങളിലൂടെ, പുരാണ കഥകളിലൂടെ ജീവിതഗന്ധിയായ സന്ദേശങ്ങള് കേട്ട് വിശകലനം ചെയ്ത് അതകത്തെടുത്ത് അത് ജീവിതത്തിൽ പകർത്തി ധന്യമായ ജീവിതം നയിക്കാൻ സാധാരണക്കാർക്ക് സാധിക്കാനുള്ളതാണ് 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും. അവിടെ നിങ്ങൾ നിൽക്കരുത്, അടുത്ത ലെവലിലേക്ക് ഉയരണം. 2, മഹാഭാരതത്തിന്റെ ലെവല് ഒന്ന് വായിക്കാം. 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തില് പാണ്ഡവരുടെയും കൗരവരുടെയും അവരുടെ കൂടെ ഉള്ളവരിൽ ഓരോരുത്തരുടെയും നന്മ തിന്മകൾ നിറഞ്ഞ ജീവിതാനുഭവങ്ങളിൽ നിന്നും അവർക്കായി മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്ന കഥകളിൽ നിന്നും നമ്മൾ സന്ദേശമെടുത്ത് ജീവിതത്തെ അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ, ജീവിതത്തെ യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ ആൻഡ് മീനിങ്ഫുൾ ആക്കാൻ സാധിക്കണം. മഹാഭാരതത്തില് 60,000 ശ്ലോകങ്ങള് പട്ടിയുടെയും പൂച്ചയുടെയും മുയലിന്റെയും ആമയുടെയും കാക്കയുടെയും സിംഹത്തിന്റെയും എലിയുടെയും പാമ്പിന്റെയും കീരിയുടെയും കഥകളാണ്. മഹാഭാരതത്തിലും മൃഗങ്ങളുടെയും പക്ഷികളുടെയും കഥകള്. പുരാണങ്ങളില് രാജാക്കന്മാരുടെയും ഋഷിമാരുടെയും ദേവന്മാരുടെയും ദേവതമാരുടെയും കഥകള്. മഹാഭാരതത്തിലും മൃഗങ്ങളുടെ കഥകള് പ്ലസ്
65,000 ശ്ലോകങ്ങളിലൂടെ പ്രധാനപ്പെട്ട 20 വ്യക്തികളുടെ, പാണ്ഡവരും കൗരവരുമായി ബന്ധപ്പെട്ട 20 വ്യക്തികളുടെ ബയോഗ്രഫി, ജീവിതാനുഭവങ്ങളാണ് മഹാഭാരതത്തിലുള്ളത്. ഇത്രയും ധന്യമായി ഈ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്നവരോട് മിക്കവാറും എനിക്ക് അങ്ങേറ്റം വരെ കാണാം. ഏതെങ്കിലും ഒരു വരി മനസ്സിലായില്ല എങ്കിൽ ഒന്ന് കൈ ഉയർത്തിയാൽ ആവർത്തിക്കാം. ചോദിക്കാൻ നിൽക്കണ്ട, കൈ ഉയർത്തിയാൽ ആവർത്തിക്കാം. തിരിച്ചു വിഷയത്തിലേക്ക്. സാധാരണക്കാരന്റെ ലെവല് പുരാണ കഥകളിലൂടെ ധന്യമായ ജീവിത സന്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കാം. അവിടെ നിന്നുയർന്നാല് 1,25,000 ശ്ലോകങ്ങളിൽ 60,000 ശ്ലോകങ്ങളിലൂടെ മൃഗങ്ങളുടെയും പക്ഷികളുടെയും കഥകളും, 65,000 ശ്ലോകങ്ങളിലൂടെ പാണ്ഡവരുടെയും കൗരവരുടെയും അവരുടെ കൂടെ ഉള്ളവരിൽ പ്രധാനികളായ 20 പേരുടെ എക്സ്പീരിയൻഷ്യൽ നോളജ്, അനുഭവങ്ങളും എടുത്ത് അത് ജീവിതത്തിൽ മനസ്സിലാക്കി അതിൽ നിന്ന് നന്മകൾ എടുത്ത് ധന്യമായി മുന്നേറുക. ഗാന്ധാരി കണ്ണുകെട്ടി നടന്നതുകൊണ്ടാണ് 100 മക്കളും കുരുക്ഷേത്ര ഭൂമിയില് വാശിയും പകയും വെച്ച് യുദ്ധം ചെയ്ത് മരിച്ചു വീണത്. അമ്മ കണ്ണുകെട്ടി നടന്നതിന്റെ ദൂഷ്യഫലം. കുന്തി ധർമ്മപുത്രരോട് ചൂത് കളിക്കരുതെന്ന് പറഞ്ഞിരുന്നു എങ്കിൽ അവര് 13 വർഷം കാട്ടിലേക്ക് പോകേണ്ടി വരുമായിരുന്നില്ല. ജ്യേഷ്ഠൻ ചൂത് കളിച്ചപ്പോൾ അനുജന്മാര് എതിർത്തിരുന്നു എങ്കിൽ ആ ജ്യേഷ്ഠൻ അനുജന്മാരെ പണയപ്പെടുത്തുമായിരുന്നില്ല. തെറ്റുകൾ എവിടെ കണ്ടാലും വീട്ടിലുള്ളവർ ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ സംഭവിക്കുന്നതാണ് 2 കുടുംബത്തിൽ സംഭവിച്ചത്. അച്ഛന് കാഴ്ചയില്ല, ആ കാഴ്ചയില്ലാത്ത കുറവ് പരിഹരിച്ച് അമ്മ പ്രവർത്തിച്ചിരുന്നു എങ്കിൽ ആ കൗരവരുടെ മനസ്സിനകത്ത് വാശിയും പകയും വരുമായിരുന്നില്ല. പലപ്പോഴും പ്രശ്നമുണ്ടാക്കുന്നത് പുറത്തുള്ളവരല്ല, അകത്തുള്ള ശകുനിമാരാണ് എന്ന് മറക്കാതിരിക്കുക. സുദീർഘമായിട്ട് ഞാൻ മഹാഭാരതം പറയുന്നില്ല. ആദ്യത്തെ ലെവല് പുരാണത്തിന്റെ ലെവല്, രണ്ടാമത്തെ ലെവല് കഥയും അനുഭവങ്ങളും പറയുന്ന മഹാഭാരതത്തിന്റെ ലെവല്, മൂന്നാമത്തെ ലെവലിലേക്ക് നിങ്ങൾ വളർന്നാൽ കഥയുടെ ആവശ്യമില്ല. ഞങ്ങള് അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചുകൊള്ളാം. ഞാൻ അടുത്ത കാലത്താ MBA എടുത്തത്. 20 പേപ്പർ എഴുതാനുള്ളതിൽ, പഠിക്കാനുള്ളതില് 18 പേപ്പറും ബിസിനസ്സുകാരുടെ അനുഭവമാണ്. അനുഭവങ്ങൾ മാത്രം. രാമായണത്തില്, ത്രേതായുഗത്തിൽ എഴുതിയ രാമായണത്തില് രാമനുമായി ബന്ധപ്പെട്ട 20 വ്യക്തികളുടെ ബയോഗ്രഫിയാണ് അതിനകത്തുള്ളത്. ആ വരി മറക്കരുത്. രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ, അതുപോലെ ദശരഥൻ, കൈകേയി, സുമിത്ര, കൗസല്യ, ഊർമിള, സീത, അപ്പുറത്തേക്ക് വന്ന ബാലി, സുഗ്രീവൻ, ഹനുമാൻ, അപ്പുറത്തേക്ക് പോയാൽ കുംഭകർണൻ, വിഭീഷണൻ, രാവണൻ, ഇന്ദ്രജിത്ത്, മണ്ഡോദരി, ജടായു, അഹല്യ. 20 പേര്. 20 പേരുടെ ജീവിതാനുഭവങ്ങളാണ് കഥകളില്ലാതെ രാമായണത്തിൽ നൽകിയിരിക്കുന്നത്. രാമായണ കഥ എന്ന പദപ്രയോഗം ആരെങ്കിലും നടത്തിയാൽ അത് തെറ്റാ. മഹാഭാരതത്തിലെ കഥ എന്ന പ്രയോഗം ശരിയാണ്. കാരണം 60,000 ശ്ലോകങ്ങൾ കഥകളാണ്, 65,000 ശ്ലോകങ്ങള് അനുഭവങ്ങളാണ്. രാമായണത്തില് വാൽമീകി മഹർഷി ദശരഥൻ മുതൽക്കങ്ങ് താഴ്ത്തേക്ക് ഓട്ടോബയോഗ്രഫി എഴുതുന്ന ലാഘവത്തോടുകൂടി ബയോഗ്രഫി എഴുതി രാമന്റെ ബയോഗ്രഫി. അപ്പൊ രാമന്റെ കൂട്ടത്തിലുള്ള 20 പേരുടെയും ജീവചരിത്രം അവിടെ വന്നു. ഒന്ന് മൂന്നാമത്തെ ലൈൻ വായിക്കാം. കഥകളൊന്നുമില്ലാതെ ശ്രീരാമനുമായി ബന്ധപ്പെട്ടവരുടെ ജീവിതാനുഭവങ്ങൾ വിവരിച്ച് അവരെ പോലെ ജീവിച്ചാൽ
അവർക്കുണ്ടായ അനുഭവങ്ങൾ നമുക്കുമുണ്ടാകുമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. വളരെ സിമ്പിൾ. ദശരഥൻ കൈകേയിക്ക് 2 വരം കൊടുത്തു. ഭാര്യ ഭർത്താവിനെ സഹായിച്ചാൽ വരം കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഒരു ചോദ്യം. ഉത്തരം നിങ്ങൾ പറയണം. 2, ആർക്കെങ്കിലും എന്തെങ്കിലും നിങ്ങൾ വാഗ്ദാനം ചെയ്താൽ അത് പിന്നെ എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞാൽ എന്തു പറയണം? ഇപ്പൊ തീർക്കാനുള്ളത് ഇപ്പോ, പിന്നത്തേക്ക് എന്ന് പറഞ്ഞു വെച്ചാൽ സംഭവിക്കുന്നതാണ് ദശരഥൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കേണ്ടി വന്നത്. കൈകേയി ഝാൻസി റാണിയെ പോലെ ഒരു സ്ത്രീയാണ്. കേകയ രാജ്യം, അന്നത്തെ ഭാരതത്തിലെ ഏറ്റവും വലിയ രാജ്യം. കേകയ രാജാവ് വിദേശ പര്യടനത്തിന് പോകുമ്പോൾ രാഷ്ട്രം ഭരിക്കുന്നത് കൈകേയിയ, സൈന്യങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് കൈകേയിയ. ആ കൈകേയി ബെസ്റ്റ് പേഴ്സണാലിറ്റിയാ, കൂട്ടുകെട്ട് മന്ദരയാ. അതാ പറ്റിയത്. നമ്മുടെ വീട്ടിലും ഭർത്താവ് നല്ല ആളായിരിക്കാം, ഭാര്യ നല്ല ആളായിരിക്കാം, മക്കള് നല്ലവരായിരിക്കാം. കൂട്ടുകെട്ട് നല്ലതല്ലെങ്കിൽ സംഭവിക്കുന്നതാണ് നമുക്കും വീട്ടിൽ പറ്റുന്നത്. ഓർമ്മിക്കുക, രാവണന്റെ കൂടെ നിന്ന കുംഭകർണനും രാവണനും മരിച്ചു. തെറ്റ് ചെയ്ത രാവണന്റെ കൂട്ടത്തിൽ നിൽക്കാത്ത വിഭീഷണൻ 48 വർഷം രാജ്യം ഭരിച്ചു. ബാലിയും സുഗ്രീവനും തമ്മിൽ യുദ്ധം ചെയ്തു. പുറത്തു നിന്ന് വന്ന രാമൻ ബാലിയെ നിഗ്രഹിച്ച് അവനവന്റെ കാര്യം നേടി. ശരിയോ തെറ്റോ എന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ വീട്ടിലും ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ വഴക്കിട്ടാൽ സംഭവിക്കുന്നത് പുറത്തു നിന്നുള്ളവരാണ് അതിന്റെ മുതലെടുക്കുക. സീതാദേവി ലക്ഷ്മണരേഖ ലംഘിച്ചു. ആദ്യത്തെ ലവ് ജിഹാദ്, രണ്ടാമത്തേത് കമലാസുരയ്യ. ഓർമ്മിക്കുക, എല്ലാവർക്കും ലക്ഷ്മണരേഖയുണ്ട്. ഏത് പൂജാരിക്കുമുണ്ട്, ഏത് പ്രധാനമന്ത്രിക്കുമുണ്ട്, മുഖ്യമന്ത്രിക്കുമുണ്ട്, ആഭ്യന്തരമന്ത്രിക്കുമുണ്ട്, സെക്രട്ടറിക്കുമുണ്ട്, IAS കാരനുണ്ട്. ലോകത്തിൽ ജനിച്ച അമ്മയ്ക്കും അച്ഛനും മകൾക്കും മകനും സഹോദരനും സഹോദരിക്കും എല്ലാവർക്കും ഉണ്ട് ലക്ഷ്മണരേഖ. ലക്ഷ്മണരേഖ ലംഘിക്കുമ്പോഴാണ് സർവനാശം സംഭവിക്കുന്നത്. ഇത് നമുക്ക് ആപ്ലിക്കബിൾ ആണ്. അതാണ് 3ാമത്തെ പോയിന്റ്. പുരാണം, അതിൽ നിന്ന് മഹാഭാരതം, അതിൽ നിന്ന് വാൽമീകി രാമായണം. അധ്യാത്മ രാമായണം ബ്രഹ്മാണ്ഡ പുരാണത്തിന്റെ ഭാഗമാണ്. അധ്യാത്മ രാമായണം ബ്രഹ്മാണ്ഡ പുരാണത്തിന്റെ ഭാഗമാണ്. കേരളത്തിൽ 250ഓളം രാമായണം ഉണ്ട്. തമിഴ്നാട്ടിൽ 400 രാമായണം ഉണ്ട്. ആന്ധ്രാപ്രദേശിൽ 370 രാമായണം ഉണ്ട്. അവനവൻ ഇഷ്ടമുള്ള പോലെ രാമായണത്തിൽ അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയിട്ട് നിങ്ങൾക്ക് എഴുതാൻ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം പ്രാചീന ഭാരതം മുതൽക്ക് നിലനിന്നിരുന്നു. 4ാമത്തെ പോയിന്റിലേക്ക് എത്തുമ്പോൾ, 4ാമത്തേത് നമുക്കൊന്ന് വായിക്കാം. വേദങ്ങള് ധന്യമായ ജീവിതം നയിക്കാൻ നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം, നമ്മുടെ കുടുംബ ബന്ധങ്ങള്, നമ്മുടെ സംസ്കാരം, നമ്മളടങ്ങുന്ന സമൂഹം, നമ്മുടെ രാഷ്ട്രങ്ങള്, പ്രത്യക്ഷമായും പരോക്ഷമായും നമ്മളുമായി ബന്ധപ്പെടുന്ന സർവചരാചരങ്ങൾക്കും സ്ഥിരവും ശാശ്വതവും സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ് നന്മ വരുത്താൻ ആവശ്യമായ സന്ദേശങ്ങൾ മാത്രമാണ് വേദത്തിലുള്ളത്. കഥകളില്ല, വ്യക്തി അധിഷ്ഠിത അനുഭവങ്ങളില്ല, ജാതിയില്ല, മതമില്ല. വേദത്തിൽ പാപത്തെക്കുറിച്ച് പറയുന്നില്ല, പുണ്യത്തെക്കുറിച്ച് പറയുന്നില്ല. വേദത്തിൽ സ്വർഗ നരകങ്ങളെ കുറിച്ച് പറയുന്നില്ല. ഗോപാലകൃഷ്ണൻ അഭ്യർത്ഥിക്കുന്നു, നിങ്ങളും പഠിക്കണം വേദം. അത് വരേണ്യവർഗത്തിനും സവർണർക്കുമുള്ളതാണെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു. വേദം എഴുതിയത് 209 ക്ഷത്രിയരായ ഋഷിമാര്, ബ്രാഹ്മണരല്ല. വേദത്തെ 4ആയി പകുത്തത്
മുക്കുവസ്ത്രീ മത്സ്യഗന്ധിയിൽ ജനിച്ച കൃഷ്ണദ്വൈപായനൻ. ഞാനും നിങ്ങളും ആചരിക്കുന്ന ആചാരങ്ങള് എഴുതിയത് കൊശവന്റെ കുലത്തില് കുലാലൻ ജനിച്ച ഇതര എന്ന വേശ്യാസ്ത്രീയുടെ മകനായ മഹീദാസ ഐതരേയൻ. അറിയണം, നമ്മള് ബ്രാഹ്മണ്യം ഉയർച്ചയിലൂടെ നേടുന്നതാ, അച്ഛന്റെയും അമ്മയുടെയും കഴുത്തിലെ പൂണൂലിലൂടെ നേടുന്നതല്ല. അത് ഉയർന്ന അവസ്ഥ. മാതാ അമൃതാനന്ദമയിയുടെ മുമ്പിൽ നമസ്കരിക്കുന്ന 10,000ങ്ങളുണ്ട്, പൂണൂലിട്ടവരുൾപ്പെടെ. അറിയണം, മുക്കുവ വംശത്തിൽ ജനിച്ച അമ്മ. സത്യസായി ബാബയുടെ മുമ്പിൽ നമസ്കരിക്കുന്നവരുണ്ട്, ചിന്മയാനന്ദന്റെ മുമ്പിൽ നമസ്കരിക്കുന്നവരുണ്ട്. എത്രയോ ഋഷി തുല്യര്. നാരായണ ഗുരുദേവന്റെ ആഴമേറും നിൻ മഹസ്സാം ആഴിയിൽ ഞങ്ങൾ ആകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഋഗ്വേദത്തിന്റെ അവസാനത്തെ ഐകമത്യ സൂക്തത്തിന്റെ അവസാനത്തെ വരിയെടുത്ത് ദൈവദശകത്തിന്റെ അവസാനത്തെ 4 വരിയിൽ ചേർത്ത അവതാരമായ നാരായണ ഗുരുദേവനെ നമ്മൾ മാറ്റി നിർത്തി അബദ്ധത്തില്, തെറ്റിദ്ധാരണയില്. ഗുരുദേവൻ വേദത്തിന് വ്യാഖ്യാനം എഴുതിയ യജുർവേദത്തിന്റെ 40-ാം അധ്യായം. വേദത്തിൽ സന്ദേശങ്ങൾ മാത്രമുണ്ട്. മനസ്സിന് നന്മ വരുത്തുന്ന, ശരീരത്തിന്, കുടുംബത്തിന്, സംസ്കാരത്തിന്, സമൂഹത്തിന്, രാഷ്ട്രത്തിന്, സർവചരാചരങ്ങൾക്കും. ആ വേദത്തിന്റെ അവസാനത്തെ വരി സംഗച്ഛധ്വം സംവദധ്വം സംഭോമനാംസി ജാനതാ ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസതേ സമാനോ മന്ത്രസമിതി സമാനീ സമാനം മനസഃ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്രയേവ സമാനേന വോഹ വിഷാജുഗോമി സമാനീവ ആഗോതി സമാനാ ഹൃദയാനിവ സമാനമസ്തു വോ മനോ യഥാ ആവസ്സു സഹാസതി. ഐകമത്യ സൂക്തം. ഓരോ വാക്കും സന്ദേശമാണ്, ഓരോ വാക്കും സന്ദേശമാണ്. എന്നെങ്കിലും ഇവിടെ വന്ന് വേദത്തെക്കുറിച്ചൊരു ക്ലാസ് എടുക്കാം. ഇന്ന് പറ്റില്ല. എന്താ കാരണം അറിയോ? കംസന്റെ മനസ്സിൽ എപ്പോഴും കൃഷ്ണനുള്ളതുപോലെ ഗോപാലകൃഷ്ണന്റെ മനസ്സിൽ എപ്പോഴും ഈ ക്ലോക്ക. അതുകൊണ്ട് സമയം ഇല്ല, പറ്റില്ല, തീർക്കണ്ടേ ഇത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, വേദത്തില് ഒരു വരി കൂടി പറയുന്നു. വേദം പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഗോപാലകൃഷ്ണൻ വരാൻ പഠിപ്പിക്കാൻ. 42 വർഷം വേദം മുടങ്ങാതെ ചൊല്ലുന്ന കേരളത്തിലെ കുറച്ചുപേരിൽ ഒരു വ്യക്തി ഗോപാലകൃഷ്ണനാണ്. ഇന്നും മുടങ്ങിയിട്ടില്ല വേദം ചൊല്ലുന്നത്. ലോകത്തിലെ ഏത് രാഷ്ട്രത്തിലാണെങ്കിലും ശരി, വേദപാരായണം ഗോപാലകൃഷ്ണൻ ഞാൻ മുടക്കാറില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇന്നോ നാളെയോ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്റ്റാൾ അവിടെയുണ്ട്. അതിന്റെ മുമ്പില് ഒരു ചെറിയ സ്ലിപ്പ് ഉണ്ട്. നിങ്ങളുടെ മൊബൈൽ നമ്പർ എഴുതിയിട്ടാൽ ഈ പ്രദേശത്ത് പ്രഭാഷണം ഉണ്ടെങ്കിൽ ഇൻഫർമേഷൻ കിട്ടും. ആ മൊബൈൽ നമ്പറിന്റെ കൂടെ വി കൂടി എഴുതിയാൽ SMS-ലൂടെ അറേഞ്ച് ചെയ്തിട്ടാ വേദം പഠിപ്പിക്കുന്നത്. അത് നോട്ടീസും ഫ്ലക്സും ഒന്നും ഉണ്ടാവില്ല. സുന്ദരേശ്വര ക്ഷേത്രം കണ്ണൂര് പോയി രാത്രി അറിഞ്ഞു, അടുത്ത ദിവസം രാവിലെ ഓഡിറ്റോറിയം ഫ്രീ ആണെന്ന്. കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യ. അടുത്ത ദിവസം രാവിലെ ഓഡിറ്റോറിയം ഫ്രീ. 2000 പേർക്ക് SMS കൊടുത്തു. കോരിച്ചൊരിയുന്ന മഴ. 260 പേര് വേദം പഠിക്കാൻ വന്നു. രാവിലെ 6:30. അത് തന്നെയാ തൃശ്ശൂർ ചെയ്തേ, അത് തന്നെ പാലക്കാട് ചെയ്തു, അത് തന്നെ ഇന്ന് രാവിലെ SNDP സമ്മേളനത്തിൽ ചെയ്തു. 10 മണിക്ക് പൊരുത്തത്തെ കുറിച്ച് എന്റെ ക്ലാസ്. 7 തൊട്ട് 9, 10 വരെ വേദം പഠിപ്പിക്കാൻ. പാരായണം, വേദ പാരായണ പരിശീലനം, VPP, വേദ പാരായണം. താല്പര്യം ഉണ്ടെങ്കിൽ എഴുതണം. താല്പര്യം ഇല്ലാത്തവര് എഴുതരുത്. പിന്നീട് താല്പര്യം ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഇപ്പൊ എഴുതരുത്. കാരണം SMS ഒരു SMS-ന് 30 പൈസ കോസ്റ്റ്ലിയാ. ചെറുതായിട്ട് നമ്പർ അല്ല അയക്കുന്നത്.
8000 പേർക്കൊക്കെയാണ് ഞങ്ങൾ അയക്കുന്നത്. അതുകൊണ്ട് കോസ്റ്റ്ലിയാ, അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ല, വേസ്റ്റ് ആവരുത് എന്ന് വിചാരിച്ച്. അതുകൊണ്ട് തന്നെ പറയുന്നു, 4ാമത്തെ ലെവല് വേദത്തിന്റെ ലെവല്, സന്ദേശങ്ങളുടെ ലെവല്, മനസ്സിനെ അടിമുടി മാറ്റാനുള്ള ഉപദേശങ്ങൾ നൽകുന്ന 10,000-ഓളം വർഷത്തെ പാരമ്പര്യമുള്ള ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എല്ലാം പഠിക്കണ്ട, പാരായണം ചെയ്യാൻ പഠിക്കണം. ബൈഹാർട്ട് പഠിക്കണ്ട, കേൾക്കണം. 5 വേദത്തിന്റെ CD-യും അവിടെ ഉണ്ട്. ഹിന്ദുവായി ജനിക്കാൻ ഭാഗ്യം കിട്ടി എന്റെ മുമ്പിൽ ഇരിക്കുന്നവര് ഒരു ജന്മത്തിൽ 40 മണിക്കൂർ നീളമുള്ള ഒരു വേദമെങ്കിലും കേൾക്കണം. കോപ്പിയെടുത്ത് എല്ലാവർക്കും കൊടുക്കണം. മരിച്ചു കഴിഞ്ഞ് നരകത്തിൽ പോകുമ്പോ ചിത്രഗുപ്തൻ ചോദിക്കും, എന്തൊക്കെ ചെയ്തു എന്ന്. ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നതിന് പകരം കുറെ CD കോപ്പിയെടുത്ത് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അപ്പ ചിത്രഗുപ്തൻ പറയും യൂസ്ലെസ് ഫെല്ലോ. അത്രയും നേരം സംസ്കൃതത്തില് ഇത് മാത്രം ഇംഗ്ലീഷിൽ പറയും. അപ്പൊ വേദത്തിന്റെ CD എടുത്ത് കോപ്പിയെടുത്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒന്ന് സ്വർഗത്തിലേക്ക് പോയി ഒന്ന് നോക്കിയിട്ട് വരാൻ പറയും. അവിടെ 144 കസേരയാ ഉള്ളത്, അത് തിരുവനന്തപുരത്തുകാർക്കുള്ളതാ. അത് കാരണം അവിടെ ഇരിക്കാനൊന്നും പറ്റില്ല, ഇന്ന് പോയി നോക്കിയിട്ട് വരാം, അത്രയും. ഏതായാലും വേദത്തിനകത്ത് ജാതിയില്ല, മതമില്ല, ഇസമില്ല, വർഗമില്ല, വർണ്ണമില്ല, ഭാഷയില്ല, ദേശമില്ല. എല്ലാ പ്രാർത്ഥനകളും പ്ലൂരൽ, സിംഗുലർ പ്രാർത്ഥന വേദത്തിലില്ല. ധിയോ യോ ന പ്രചോദയാത്, ഞങ്ങളെ പ്രചോദിപ്പിക്കണം. ന പ്രചോദയ അഹം ആവാം വയം മാം ആവാം നൗ അസ്മാകം നഹ, ഞങ്ങളെ പ്രചോദിപ്പിക്കണം. ഗായത്രി മന്ത്രം ചൊല്ലുന്നത് ഒരാളാണെങ്കിലും അഭ്യർത്ഥിക്കുന്നത് ലോകാ സമസ്ത, ബാക്കിയുള്ള നമുക്കറിയാം. ഒരിക്കലും നമ്മൾ അഭ്യർത്ഥിച്ചിട്ടില്ല ഹൈന്ദവാഹ സമസ്ത, നമ്മൾ പറഞ്ഞിട്ടില്ല. ഭാരതീയാഹ സമസ്ത പറഞ്ഞിട്ടില്ല. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഇത് വേദമാണ്. സത്യം വദ, ധർമ്മം ചര, ഇത് അടുത്ത ലെവല്. 5ാമത്തെ ലെവല് ഉപനിഷത്തിന്റെ ലെവലിലേക്ക് നിങ്ങൾ ഉയരണം. ദർശനത്തിന്റെ ലെവല്, പുരാണത്തിന്റെ ലെവല്, കഥകളുടേത്, മഹാഭാരതത്തിന്റെ ലെവല് കഥകളുടേതും അനുഭവങ്ങളുടേതും, വാൽമീകി രാമായണത്തിന്റെ ലെവല് കഥകളില്ലാതെ അനുഭവങ്ങളുടേത്, 4ാമത്തേത് വേദങ്ങളുടെ ലെവല് കഥകളും വ്യക്തിയധിഷ്ഠിത അനുഭവങ്ങളും ഇല്ലാതെ ഉപദേശങ്ങളുടേത്. 5ാമത്തെ ലെവലിലേക്ക് നിങ്ങൾ ഉയരണം. ഉയർന്നാൽ ജീവിത യാഥാർത്ഥ്യങ്ങള് പദാനുപദം വിവരിച്ച് എങ്ങനെ ജീവിക്കണമെന്ന് ഈ ഗ്രന്ഥങ്ങളിൽ നമ്മളെ അറിയിക്കുന്നു. അത്യുന്നത പദവിയിലെത്താനുള്ളതാണ് ഈ ഗ്രന്ഥങ്ങളിലെ വിവരങ്ങൾ. ഉപനിഷത്തിന്റെ ലെവല്, അവിടേക്ക് എത്താൻ നിങ്ങൾ ശ്രമിക്കണ്ട. അങ്ങനൊരു ലെവലുണ്ടെന്ന് അറിയണം. ഈ 5 വാക്കുകള് മറക്കരുത്. പുരാണങ്ങൾ, മഹാഭാരതം, വാൽമീകി രാമായണം, വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ആചാര്യന്മാര്, ആയിരക്കണക്കിന് വിഷയങ്ങളില് കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എഴുതി നമുക്ക് തന്ന് നിങ്ങള് ഇന്റലക്ച്വലി ഉയരണം, അക്കാഡമിക്കലി ഉയരണം, സോഷ്യലി ഉയരണം, സൈക്കോളജിക്കലി ഉയരണം, എക്കണോമിക്കലി ഉയരണം, വളരണം. ഭഗവത്ഗീതയിൽ 6ാം അധ്യായത്തിൽ 5ാമത്തെ വരിയുണ്ട്. ഹിന്ദുക്കളായ സ്ഥിതിക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല. ഉദ്ധരേതാത്മനാത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുവോ ആത്മൈവ രിപുരാത്മന. അവനവൻ ഉയർത്തുക. ഒരു സ്വാമിയും നിങ്ങളെ ഉയർത്തില്ല, വഴി കാണിച്ചു തരും. ഒരധ്യാപകനും നമ്മളെ ഉയർത്തില്ല, ഒരു മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും നമ്മളെ ഉയർത്തില്ല. ഉയർത്താനുള്ള വഴി കാണിച്ചു തരും. ഉദ്ധരേതാത്മനാത്മാനം, അവനവൻ ഉയർത്തുക. കുടുംബത്തെ ഉയർത്തുക, സമൂഹത്തെ ഉയർത്തുക, സംസ്കാരത്തെ ഉയർത്തുക, സനാതന ധർമ്മത്തെ ഉയർത്തുക, ഈ രാഷ്ട്രത്തെ ഉയർത്തുക. അതിന് കഥകളിലൂടെ, അനുഭവങ്ങളിലൂടെ, ഉപദേശങ്ങളിലൂടെ ജീവിത യാഥാർത്ഥ്യങ്ങള്
ഉപനിഷത്തുക്കളിലൂടെ നൽകുന്നു. ഉപനിഷത്തുകൾ പറയുന്നു സംക്ഷിപ്തമായിട്ട്, ഉത്തിഷ്ഠത, ഗ്ലോറിയസ്ലി സ്റ്റാൻഡപ്പ്, ചൈതന്യവത്തായിട്ട് എഴുന്നേറ്റ് നിൽക്കുക. ജീവിതത്തിൽ സുഖമുണ്ട്, ദുഃഖമുണ്ട്, ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, ലാഭമുണ്ട്, നഷ്ടമുണ്ട്, ചിരിയുണ്ട്, കരച്ചിലുണ്ട്, വരവുണ്ട്, പോക്കുണ്ട്, സൂര്യൻ ഉദയവും അസ്തമയവും ഉള്ളതുപോലെ നമുക്കും നെഗറ്റീവുകളും പോസിറ്റീവുകളും എല്ലാം ഉണ്ട്. പ്രിപ്പറേഷൻ ഫോർ ലിവിംഗ് ഈസ് നോട്ട് ലൈഫ്, എക്സ്പീരിയൻസ് ഓഫ് ലിവിംഗ് ഈസ് ലൈഫ്. ജീവിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല ജീവിതം. പ്രിപ്പറേഷൻ ഫോർ ലിവിംഗ് ഈസ് നോട്ട് ലൈഫ്, എക്സ്പീരിയൻസ് ഓഫ് ലിവിംഗ് ഈസ് ലൈഫ്. വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും പറ്റിച്ചെടുത്തതും തട്ടിപ്പറിച്ചതും തിരിച്ചു പോകുമ്പോ കൊണ്ടുപോകില്ല. ധന്യമായി ജീവിക്കുക. അടുത്ത 5 പോയിന്റ്, ജീവിതത്തില് ആചാരങ്ങൾ അനുഷ്ഠിക്കണം. അമ്മ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങള് മാതൃധർമ്മം, അച്ഛൻ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങള് പിതൃധർമ്മം, മകനും മകളും അനുഷ്ഠിക്കേണ്ട ആചാരങ്ങള് പുത്രധർമ്മം പുത്രിധർമ്മം, പൗരൻ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങള് പൗരധർമ്മം, അധ്യാപകൻ അനുഷ്ഠിക്കേണ്ടത് ആചാര്യധർമ്മം, ഭാര്യാധർമ്മം, ഭർത്തൃധർമ്മം, ഭഗിനീധർമ്മം, സഹോദരധർമ്മം. എല്ലാവർക്കും ധർമ്മമുണ്ട്. ആ ധർമ്മം ആചാരങ്ങളിലൂടെ 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മള് അനാവശ്യമായ ആചാരങ്ങള് ജീവിതത്തിൽ നിന്ന് മാറ്റണം. ദൂഷ്യബലങ്ങൾ മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും സംസ്കാരത്തിനും സമൂഹത്തിനും ഉണ്ടാക്കുന്ന ദുരാചാരങ്ങൾ മാറ്റണം. സദാചാരങ്ങൾ, മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങള്, ശരീരത്തിന് നന്മ വരുത്തുന്ന ആചാരങ്ങള്, കുടുംബ ബന്ധം ദൃഢമാക്കാൻ ഉപയോഗിക്കുന്ന ആചാരങ്ങള്, സമൂഹത്തിൽ ഐക്യമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആചാരങ്ങള്, രാഷ്ട്രത്തിന്റെ ഉദ്ഗ്രഥനത്തിനുള്ള ആചാരങ്ങള്. 6ാമത്തെ പോയിന്റ് വായിക്കാം. മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങള്. ഈ ആചാരങ്ങൾ നമ്മുടെ മനസ്സിനെ ബാഡ് ടു ഗുഡ്, അതിലൂടെ നമ്മുടെ ചിന്തകളെ ബാഡ് ടു ഗുഡ്, അതിലൂടെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ ബാഡ് ടു ഗുഡ്, അതിലൂടെ കർമ്മഫലങ്ങളെ ബാഡ് ടു ഗുഡ്, കർമ്മത്തിന്റെ പ്രതിഫലങ്ങളെ ബാഡ് ടു ഗുഡ്. ഹിന്ദു ധർമ്മം 10,000 വർഷമായിട്ട് നിലനിന്നത് 5 വാക്കുകളില്. ഈ 5 വാക്കുകളും പഠിക്കണം. ഇതിൽ എഴുതിയിട്ടില്ല. മനസ്സ്, ചിന്തകള്, കർമ്മം, കർമ്മഫലം, കർമ്മത്തിന്റെ പ്രതിഫലം. മൈൻഡ്, തോട്ട്സ്, ആക്ഷൻ, റിസൾട്ട്, റിവാർഡ്. മൈൻഡ്, തോട്ട്സ്, ആക്ഷൻ, റിസൾട്ട്, റിവാർഡ്. മനസ്സിനെ നന്മയിലേക്ക് കൊണ്ടുപോയാൽ സന്മനസ്, അതിൽ നിന്ന് വരുന്ന ചിന്തകള് സത്ചിന്തകള്, അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികള് സത്കർമ്മങ്ങള്, അതിന്റെ ഫലം സത്കർമ്മ ഫലം, അതിന്റെ പ്രതിഫലം സത്കർമ്മ പ്രതിഫലം. ധാരാളം പ്രഭാഷണം കേട്ട നിങ്ങൾക്ക് ഒരു വലിയ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. അതുകൊണ്ട് അടുത്ത 10 വാക്കുകൾ ശ്രദ്ധിക്കുക. 10 വാക്കുകള്. സന്മനസ്, അതിൽ നിന്ന് സത്ത് ചിന്തകൾ, അതിൽ നിന്ന് സത്കർമ്മങ്ങൾ, അതിൽ നിന്ന് സത്കർമ്മ ഫലങ്ങൾ, അതിൽ നിന്ന് സത്കർമ്മ പ്രതിഫലം. ദുർമനസ്, ദുഷ്ചിന്തകൾ, ദുഷ്കർമ്മങ്ങൾ, ദുഷ്കർമ്മ ഫലങ്ങൾ, ദുഷ്കർമ്മ പ്രതിഫലങ്ങൾ. ഒന്നുകൂടി കഴിഞ്ഞ വർഷം പറഞ്ഞതാ. സന്മനസ്, സത്ചിന്തകൾ, പുണ്യകർമ്മം, പുണ്യം, സ്വർഗം. ദുർമനസ്, ദുഷ്ചിന്തകൾ, പാപകർമ്മം, പാപം, നരകം. നരകത്തെ സ്വർഗമാക്കാൻ നമിക്കിലുയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം, നമുക്ക് നാമേ പണിവത് നാഗം, നരകവും അതുപോലെ. മലയാളത്തിൽ മഹാകവി ഉള്ളൂർ എഴുതിയത് കൊണ്ട് മലയാളികളായ നമുക്ക് കേട്ടിരിക്കാൻ സാധ്യതയില്ല. അപ്പോ മനസ്സിനെ നന്മയിലേക്ക് കൊണ്ടുപോകാനുള്ള ആചാരങ്ങള് വെറുതെ പറയും. അനുഗ്രഹിക്കുക, അഭിനന്ദിക്കുക, ആശീർവദിക്കുക,
പ്രോത്സാഹിപ്പിക്കുക, ആശ്വസിപ്പിക്കുക, കഥകൾ കേൾപ്പിക്കുക, അനുഭവങ്ങൾ കേൾപ്പിക്കുക, ഉപദേശങ്ങൾ കേൾപ്പിക്കുക, ജീവിത സത്യങ്ങൾ കേൾപ്പിക്കുക, പ്രാർത്ഥിപ്പിക്കുക, ധ്യാനിപ്പിക്കുക, ക്ഷേത്രത്തിലേക്ക് അയക്കുക. മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങള് ഒറ്റ ശ്വാസത്തിൽ പറയാം. നമ്മുടെ മക്കളെ അനുഗ്രഹിക്കണം, യോഗ്യതയുള്ളവരായി തീരണം, അവരെ അഭിനന്ദിക്കണം, ആശീർവദിക്കണം. അവർക്ക് ദുഃഖങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് കേട്ട് ആശ്വസിപ്പിക്കണം. നമ്മളുമായി ബന്ധമുള്ളവരെ അനുഗ്രഹിക്കണം, അഭിനന്ദിക്കണം, ആശീർവദിക്കണം, ആശ്വസിപ്പിക്കണം. കഥകളിലൂടെ സന്ദേശങ്ങൾ കൊടുക്കണം, അനുഭവങ്ങളിലൂടെ സന്ദേശങ്ങൾ കൊടുക്കണം, ഉപദേശങ്ങളിലൂടെ സന്ദേശങ്ങൾ കൊടുക്കണം, ജീവിത സത്യങ്ങൾ വിവരിച്ചുകൊണ്ട് സന്ദേശങ്ങൾ കൊടുക്കണം. പ്രാർത്ഥിക്കാൻ പറയണം, ധ്യാനിക്കാൻ പറയണം, മന്ത്രങ്ങൾ കേൾക്കണം. ഇതെല്ലാം കേട്ട് മനസ്സിനെ ബാഡ് മൈൻഡ് ടു ഗുഡ് മൈൻഡ്, ബാഡ് തോട്ട്സ് ടു ഗുഡ് തോട്ട്സ്, ബാഡ് ആക്ഷൻ ടു ഗുഡ് ആക്ഷൻ, ബാഡ് റിസൾട്ട് ടു ഗുഡ് റിസൾട്ട്, ബാഡ് റിവാർഡ് ടു ഗുഡ് റിവാർഡ്. നരകത്തെ സ്വർഗമാക്കാൻ മനസ്സിൽ മാറ്റം വരുത്തണം. ആ മനസ്സിൽ മാറ്റം വരുത്താനുള്ള ആചാരങ്ങള്. ചിരിക്കാൻ പഠിക്കണം. എന്റെ മുമ്പിലുള്ളവര് ചിരിക്കണം. ജീവിതത്തിൽ എത്ര കാലം ഭൂമിയിലുണ്ടെന്ന് അറിഞ്ഞൂടാ. ചിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരോട് ഞാൻ പറയാറുണ്ട്, കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞു, നന്ദനം എന്ന സിനിമയിലെ കുമ്പിടിയെ കുറിച്ച് ആലോചിക്കാം. പഞ്ചാബി ഹൗസിലെ കൊച്ചിൻ ഹനീഫ നല്ല രസ, തേന്മാവിൻ കൊമ്പത്ത് ലേ ഇഷ്ടം മാതിരി. എത്രയാ ചിരിക്കാനുള്ളത്. പറ്റാവുന്ന സിനിമകൾ നിങ്ങൾ കാണണം. കേട്ടാ മാത്രം പോരാ, കാണണം. ആത്മീയതയ്ക്ക് സിനിമ എതിരല്ല, ആത്മീയതയ്ക്ക് സിനിമ എതിരല്ല. ഒറ്റ വരിയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കാം. ദേവാസുരം എന്ന സിനിമയില് മോഹൻലാൽ ജീവിക്കുന്നത് അടിച്ചു പൊളിച്ച് തകർത്ത് വെള്ളമടിച്ചാ ജീവിക്കുന്നത്. അവസാനം രേവതിയെ കല്യാണം കഴിച്ചു, അവർക്കൊരു കുട്ടിയുണ്ടായി, അവനും അടിച്ചു പൊളിച്ച് തകർത്ത് നശിപ്പിച്ച് ജീവിക്കുന്നവൻ. ഈ രണ്ടുപേരുടെയും ജീവിതം നിങ്ങളുടേതായിട്ട് അനുഭവിച്ചു തീർക്കണമെങ്കിൽ എത്ര വർഷം വേണം? പറഞ്ഞത് മനസ്സിലായി? ദേവാസുരത്തിലെ മോഹൻലാലാണെങ്കിൽ എത്ര വർഷം നിങ്ങൾ ജീവിക്കണം? മിനിമം 30 വർഷം. രാവണപ്രഭുവിലെ മോഹൻലാലാണെങ്കിൽ എത്ര വർഷം ജീവിക്കണം? 25-30 വർഷം. എത്രയായി രണ്ടും കൂട്ടിയാൽ? 60 വർഷം. 60 വർഷം നിങ്ങൾക്ക് ജീവിക്കാനുണ്ടോ സമയം? ഇതേപോലെ ജീവിക്കാൻ ഇല്ല. പക്ഷെ ദേവാസുരൻ കാണാൻ എത്ര സമയം വേണം? 2.5 മണിക്കൂർ. രാവണപ്രഭു കാണാൻ എത്ര സമയം വേണം? 2.5 മണിക്കൂർ. ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് ഒരു ചായ കുടിക്കാൻ എത്ര സമയം വേണം? അരമണിക്കൂർ. മൊത്തത്തിൽ എത്ര സമയം വേണം? 2.5 + 2.5 + 1/2 5.5 മണിക്കൂർ കൊണ്ട് 60 വർഷത്തെ ജീവിതാനുഭവങ്ങള് കേരളത്തിലെ സിനിമയിലൂടെ അല്ലാതെ എവിടെന്നാ നിങ്ങൾക്ക് കിട്ടുക? ഓരോ സിനിമയും കുടുംബ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഭ്രമരം എന്ന സിനിമ ഒന്ന് കണ്ടു നോക്കുക. 6-ാം തമ്പുരാൻ, ഹിസ് ഹൈനസ് അബ്ദുള്ള, ജീവിത ഗന്ധിയാണ്. ആരും ധരിക്കല്ലേ ഭാഗവതം കേൾക്കുന്നതും ഭഗവത്ഗീത വായിക്കുന്നതും വേദം പഠിക്കുന്നതും സിനിമ കാണുന്നതിനെതിരാണെന്ന്, അല്ലെങ്കിൽ സിനിമ കാണുന്നവർക്ക് ഇത് ചെയ്യാൻ പാടില്ലെന്ന് ധരിക്കല്ലേ. കേട്ട് പഠിക്കാനുള്ളത് കേട്ട് പഠിക്കുക, കണ്ടുപഠിക്കാനുള്ളത് കണ്ടുപഠിക്കുക, ചർച്ച ചെയ്ത് പഠിക്കാനുള്ളത് ചർച്ച ചെയ്ത് പഠിക്കുക. 7-ാമത്തെ പോയിന്റ്, ശരീരത്തിന് ആരോഗ്യം നൽകുന്ന ആചാരങ്ങള്. രോഗത്തെ അകറ്റി തളരുന്ന ശരീരത്തെ വളരുന്ന ശരീരമാക്കുന്ന ആചാരങ്ങള്. വടക്കോട്ടും തെക്കോട്ടും തലവെച്ച് കിടക്കരുത്. ഭൂമിയുടെ മാഗ്നറ്റിക് മെറിഡിയന് പാരലലായിട്ട് കിടന്നാൽ തലച്ചോറിൽ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടില്ല, ബ്ലഡ് സർക്കുലേഷൻ ബ്ലോക്ക്ഡ് ആകും. 5:30 മുമ്പ് എഴുന്നേൽക്കണം. ബ്രെയിൻ പെർഫെക്റ്റ്ലി ആക്റ്റീവായ സമയം. കിടക്കയിലിരുന്ന് 30 സെക്കൻഡ് പ്രാർത്ഥിക്കണം. ഹൊറിസോണ്ടൽ ബോഡി വെർട്ടിക്കൽ ആവുമ്പോൾ ഹാർട്ടിന് ഉണ്ടാകുന്ന പ്രഷർ ജർക്ക് ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ വലത്തെ കൈ ഭൂമിയിൽ തൊട്ടതിന് ശേഷമേ കാലുകൊണ്ട് ഭൂമി ചവിട്ടാവൂ. ബയോസ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കൈവഴിക്ക് എർത്ത് ചെയ്തു പോയാൽ, കാലുവഴിക്ക് എർത്ത് ചെയ്തു പോകാൻ അനുവദിക്കാതിരുന്നാൽ കാലിൽ വാതരോഗം ഉണ്ടാവില്ല. രാവിലെ പല്ല് തേക്കണം, നാക്ക് വടിക്കണം, കുളിക്കണം, 10-15 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കണം, 21 ഗായത്രി മന്ത്രം ജപിക്കണം, 15 ദീർഘശ്വാസം എടുക്കണം, സാധിക്കുമെങ്കിൽ 5 സൂര്യ നമസ്കാരം, അതിനുശേഷം 2-3-4 ഗ്ലാസ് വെള്ളം. തിരിച്ച് പല്ല് തേക്കുന്നത് പല്ല് ക്ലീൻ ആവാൻ, നാക്ക് വടിക്കുന്നത് നാക്ക് ക്ലീൻ ആവാൻ, കുളിക്കുന്നത് ശരീരം ക്ലീൻ ആവാൻ, പ്രാർത്ഥിക്കുന്നത് മനസ്സ് ക്ലീൻ ആവാൻ, 15 ദീർഘശ്വാസം എടുക്കുന്നത് ശ്വാസകോശം ക്ലീൻ ആവാൻ,
സൂര്യ നമസ്കാരം ചെയ്യുന്നത് 186 മൂവബിൾ ജോയിന്റ് ഹാർമോണിയസ് എക്സർസൈസിന് വിധേയമായി ശരീരത്തിലെ 5.5 ലിറ്റർ ബ്ലഡ് സർക്കുലേഷൻ ഫാസ്റ്റാക്കി അതിലെ വേസ്റ്റ് മാറ്റാൻ 2, 3, 4 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത്, തിക്കായിട്ടുള്ള ബ്ലഡിനെ തിന്നാക്കാൻ, ഹാർട്ടിന്റെ പ്രഷർ ജർക്ക് ഒഴിവാക്കാൻ. ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥിക്കണം. സലൈവറി ഗ്ലാൻഡ് ആക്റ്റീവ് ആയാൽ, അതിലുള്ള ടയാലിനകത്തേക്ക് പോയാൽ പെർഫെക്റ്റ് ഡൈജഷൻ നടക്കും. ഭാരതത്തിലെ ആചാരങ്ങള് അന്ധവിശ്വാസങ്ങളല്ല. നിർഭാഗ്യവശാൽ ഉറക്കെ പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും ജയിക്കുന്നത് കേരളത്തിലാ. അതുകൊണ്ടായിരിക്കാം പരശുരാമൻ ഈ നാടുണ്ടാക്കാൻ കോടാലിയെടുത്തത്. അന്നും നമ്മുടെ കയ്യിലിരിപ്പ് ചിലരുടെ ശരിയല്ല, ഇന്നും ശരിയല്ല. വേദം വായിക്കാത്തവരും വേദം പഠിക്കാത്തവരും ആചാരം വായിക്കാത്തവരും ആചാരത്തെ കുറിച്ച് അറിയാത്തവരും അതിനെതിരെ ശരവർഷം പോലെ പ്രസംഗിക്കുന്നു. അതാ ദുഃഖം. പഠിച്ചറിഞ്ഞ് ഉൾക്കൊണ്ടാണ് എതിർക്കുന്നതെങ്കിൽ സുസ്വാഗതം. പണ്ട് ഡൽഹിയിലും കേരള ക്ലബിൽ പോവാനൊരു ഭാഗ്യം ഉണ്ടായി. 2 വരിയിൽ പറയാം. അവിടെ ക്ലാസ് എടുക്കുമ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, മുമ്പിലിരിക്കുന്നതൊക്കെ യുക്തിവാദികളാ, നിങ്ങളെ തൊലി ഉരിക്കാനായിരിക്കുന്നത്. 1 മണിക്കൂർ പ്രഭാഷണം ശ്രദ്ധിച്ചു കൊടുത്തില്ലെങ്കിൽ ജീവനോടെ പോവില്ല അവർ. ഞാൻ പറഞ്ഞു, എനിക്ക് ജീവനോടെ പോകണമെന്ന് ആഗ്രഹമൊന്നുമില്ല, ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കണമെന്ന് എന്റെ തലയിലെഴുത്തു വല്ലതുണ്ടോ? 1 മണിക്കൂർ ക്ലാസ് എടുത്തു, വേണമെങ്കിൽ സ്വീകരിക്കട്ടെ, വേണ്ടെങ്കിൽ വേണ്ട. 1 മണിക്കൂർ ക്ലാസ് എടുത്തു. ഈ 5 പോയിന്റ് എടുത്തത് ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന 5 പോയിന്റ് ആചാരങ്ങള് കറക്റ്റ് 60ാമത്തെ മിനിറ്റ് നിർത്തി. ജോസഫ് എടമർക്ക് മുമ്പിൽ ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മകൻ സനിൽ എടമർക്ക് നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് യുക്തിവാദികളാ. ക്ലാസ് കഴിഞ്ഞപ്പോ ഓംചേരി കേരള ക്ലബിലെ സെക്രട്ടറി സദസ്സിനോട് പറഞ്ഞു, ഗോപാലകൃഷ്ണനോട് ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിക്കാം, എതിർക്കണമെങ്കിൽ എതിർക്കാം, വെല്ലുവിളിക്കണമെങ്കിൽ വെല്ലുവിളിക്കാം. അദ്ദേഹത്തിന് പറ്റുമെങ്കിൽ ഉത്തരം തരും, അല്ലെങ്കിൽ ഉത്തരം തരില്ല. ഒരാൾ എഴുന്നേറ്റില്ല. അവസാനം ഓംചേരി ജോസഫ് എടമുറുകിനോട് പറഞ്ഞു, അങ്ങെന്തെങ്കിലും പറയണം. അദ്ദേഹം പതുക്കെ എഴുന്നേറ്റ് മൈക്കിന്റെ അടുത്ത് വന്ന് പറഞ്ഞ വരി എന്താ അറിയോ? എന്റെ ജീവചരിത്രം 4 വോളിയത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഓട്ടോബയോഗ്രഫി 4 വോളിയാണ്. 4 വോളിയത്തിലും ജോസഫ് എടമറുക് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞറിയോ? ഇപ്പൊ ഇയാള് പറഞ്ഞതൊക്കെയാണ് ഈ ആചാരങ്ങളുടെ ഉദ്ദേശമെങ്കില് അത് പ്രചരിപ്പിക്കാൻ വരാൻ ഞാനും തയ്യാറാ. അത്രയും പറഞ്ഞെങ്ങനെ ഇറങ്ങി, പിന്നെ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഒന്ന് സ്വീകരിക്കണം എന്ന് ഞാൻ പറയണില്ല, എതിർക്കാതിരുന്നൂടെ. ഇത് കേട്ടിട്ടാണെങ്കിലും അതേ ജോസഫ് എടമറുകും ഞാനും ഇന്ത്യ വിഷനില് ശബരിമല മകരജ്യോതിഷിനെ കുറിച്ച് ഒരു ചർച്ച. എന്നെ നല്ലോണം ജോസഫ് എടമറുകിനെ അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം എന്നെ വിളിക്കുക എടാ ഗോപാലേഷ എന്നാ. അദ്ദേഹം ഇന്ത്യ വിഷനിലൂടെ പറഞ്ഞു, എടാ ഗോപാലേഷ, നിന്റെ ശബരിമലയിലെ മകരവിളക്ക് തട്ടിപ്പാ. അപ്പൊ ഞാൻ ചോദിച്ചു, എടമറുക് സാറേ എന്താ തട്ടിപ്പ്? അത് മനുഷ്യൻ കത്തിക്കണതാ. അപ്പൊ ഞാൻ ചോദിച്ചു, എടമറുക് സാറേ, ആ ശബരിമലയിലെ ശ്രീകോവിലിനകത്തെ 14 ഇഞ്ച് പൊക്കമുള്ള വിഗ്രഹം മനുഷ്യനുണ്ടാക്കിയതാ, ശ്രീകോവില് മനുഷ്യനുണ്ടാക്കിയതാ, 18-ാം പടി മനുഷ്യനുണ്ടാക്കിയതാ, ആ 65 ദിവസം പഴക്കമുള്ള അരവണ മനുഷ്യനുണ്ടാക്കിയതാ, ആ ചുറ്റിക കൊണ്ട് അടിച്ചു തിന്നുന്ന അപ്പ മനുഷ്യനുണ്ടാക്കിയതാ, അവിടുത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ മനുഷ്യ സ്വഭാവം ഇല്ലെങ്കിൽ മനുഷ്യരാണ്, അവിടുത്തെ പൂജാരി മനുഷ്യനാണ്, അവിടെ ഉള്ള മൊത്തം മനുഷ്യനുണ്ടാക്കാമെങ്കിൽ മകരജ്യോതി മനുഷ്യൻ കത്തിച്ചാൽ എന്താ കുഴപ്പം? അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വരി എന്താ, അപ്പൊ അത്രയേ ഉള്ളോ, അതിൽ കൂടുതലുണ്ടെന്ന് ആരാ പറഞ്ഞേക്കണേ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ശബരിമല ശാസ്താവ് ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന് തീപ്പൊട്ടിക്കൊള്ളിയിൽ കർപ്പൂരം കത്തിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവനോട് ചോദിക്കുക. നമ്മളാരും പറഞ്ഞിട്ടില്ല. അപ്പോ ഏതായാലും ഉത്തരം കൊടുത്തപ്പോ അങ്ങേര് അംഗീകരിച്ചു. അത് അങ്ങനെ ഒരു മനസ്സെങ്കിലും ഇവിടത്തെ നേതാക്കന്മാർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഏതായാലും ഒരു കാര്യം വളരെ ഭംഗിയായി. വെള്ളാപ്പള്ളി നടേശൻ കാരണം നാരായണ ഗുരുദേവൻ രക്ഷപ്പെട്ടു. കാരണം സോണിയാഗാന്ധിയുടെ വലത് സൈഡിൽ ഇപ്പൊ നാരായണ ഗുരുവാ. നേരത്തെ രാഹുൽ ഗാന്ധി ആയിരുന്നു, ഇപ്പൊ മാറി. ഏതായാലും പിണറായി വിജയന്റെ കൂട്ടത്തിൽ നാരായണ ഗുരു ഉണ്ട്. 100 വർഷം മുമ്പ് എഴുതിയ ദൈവദശകവും 2016 100ാം വാർഷികം ആഘോഷിക്കുന്ന ദർശനമാലയും എല്ലാവർക്കും പഠിക്കണമെന്ന് തോന്നിയത് ഇദ്ദേഹം കാരണമാണ് എനിക്ക് തോന്നുന്നു. അടുത്തത് ശരീരത്തിന് നന്മ വരുത്തുന്ന ആചാരങ്ങളെ കുറിച്ച് പറഞ്ഞു. സമയം കുറവുള്ളത് കൊണ്ട്
8 കുടുംബ ബന്ധം ദൃഢമാക്കുന്ന ആചാരങ്ങള്. അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം, ഭാര്യാഭർത്തൃ ബന്ധം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, സഹോദരി സഹോദര ബന്ധം. ഇത് നമ്മളെ പഠിപ്പിക്കുന്നു രാമായണം, ഇത് നമ്മളെ പഠിപ്പിക്കുന്നു മഹാഭാരതം. ഇതിനാണ് വീട്ടിലെ ജന്മദിനം ആഘോഷിക്കുന്നത്. മക്കളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കാൻ യോഗ്യതയുള്ളവരാവണം നമ്മള്. മക്കളെ അഭിനന്ദിക്കണം, മക്കളെ ആശീർവദിക്കണം, മക്കളുടെ ദുഃഖങ്ങൾ കേട്ട് ആശ്വസിപ്പിക്കണം. 1 മണിക്കൂറെങ്കിലും മക്കളുടെ കൂട്ടത്തിൽ ചെലവഴിക്കണം. മക്കൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കണം, അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഉപദേശങ്ങൾ കൊടുക്കണം, ജീവിത സത്യങ്ങൾ കൊടുക്കണം. അവർക്ക് താങ്ങും തണലുമായിട്ടിരിക്കണം. അവരുടെ കൂടെ അമ്മയും അച്ഛനും ഉണ്ടെന്ന ബോധം ഉണ്ടാവണം. മക്കൾക്ക് ചോറ് വിളമ്പി കൊടുക്കണം. ചോറ് കഴിച്ച് തീരുന്നത് വരെ മക്കളുടെ കൂട്ടത്തിൽ ഇരിക്കണം. ഭർത്താവിന് ഭാര്യ ചോറ് വിളമ്പി കൊടുക്കണം. എത്ര കാലം ഭർത്താവിന് ചോറ് വിളമ്പി കൊടുക്കാൻ ഭാര്യയ്ക്ക് തലവിധിയുണ്ടെന്ന് അറിഞ്ഞൂടാ. മക്കൾക്ക് ചോറ് വിളമ്പി കൊടുക്കാൻ അമ്മയ്ക്ക് എത്ര കാലം തലവിധിയുണ്ടെന്ന് അറിഞ്ഞൂടാ. അമ്മ വിളമ്പി തരുന്ന ചോറ് കഴിക്കാൻ മക്കൾക്ക് എത്ര കാലം തലവിധിയുണ്ടെന്ന് അറിഞ്ഞൂടാ. ഗോപാലകൃഷ്ണൻ പറയുന്നു, വീട്ടിനകത്ത് ഐശ്വര്യം ഉണ്ടാക്കുന്നത് ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം എന്ന് എഴുതി വെച്ചിട്ടല്ല. നമ്മുടെ പ്രവൃത്തി നമ്മുടെ വീടിന്റെ ഐശ്വര്യം, നമ്മുടെ പ്രവൃത്തി നമ്മുടെ വീടിന്റെ ഐശ്വര്യം. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങൾ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങളുടെ പ്രതിഫലങ്ങൾ, താൻ നിരന്തരം ചെയ്യേണ്ടത് ചെയ്യാത്തതിന്റെ ഫലങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. സ്പീഡ് കൂടിപ്പോയോ? ഇല്ല, മനസ്സിലായില്ലെന്നല്ലേ ഉള്ളൂ. ഓർമ്മിക്കുക, കുടുംബ ബന്ധം ദൃഢമാക്കുന്ന ആചാരങ്ങള്. വീട്ടിനകത്ത് സന്തോഷത്തോടുകൂടി ജീവിക്കണം. ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇന്ന് തിരിച്ചു വരില്ല. നാളെ എന്നുള്ളത് ഇന്നാകും, ഇന്ന് എന്നുള്ളത് ഇന്നലെയാകും. ടൈം റിവേഴ്സ് ഓടില്ല. പാസ്റ്റ് പ്രസന്റ് ആവില്ല, പ്രസന്റ് ഫ്യൂച്ചർ ആവില്ല. ഫ്യൂച്ചർ പ്രസന്റ് ആവും, പ്രസന്റ് പാസ്റ്റ് ആവും. ഓർമ്മിക്കുക, ഇന്നലെ എനിക്കത് ചെയ്യാമായിരുന്നു, സാധിക്കില്ല. ഇന്ന് ചെയ്യാനുള്ളത് ചെയ്യാ. ഞാൻ വീണ്ടും പറയുന്നു, ചിരിക്കുക, സന്തോഷിക്കുക. നെഗറ്റീവുകൾ ഇല്ലാത്ത വിധത്തിൽ ഒരു ധന്യമായ ജീവിതം. ഇടയ്ക്കെങ്കിലും ഓർമ്മിക്കുക, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, കാവ്യ പുസ്തകമല്ലോ ജീവിതം. അനഘ ഗ്രന്ഥം ഇതാരോ തന്നു, മർത്യന്റെ മുന്നിൽ തുറന്നു വെച്ചു, ജീവന്റെ വിളക്കം കൊളുത്തിവെച്ചു, ആവോളം വായിച്ചു മതിമറക്കാൻ. ആസ്വദിച്ചിടണം ഓരോ വരിയും, ആനന്ദ സന്ദേശ രസമധുരം. ഇന്നോ നാളെയോ വിളക്ക് കെടുന്നു, ഇന്നോ നാളെയോ വിളക്ക് കെടുന്നു, പിന്നെയോ ശൂന്യമാം അന്ധകാരം. അറിയണം, നമ്മൾ പെർമനന്റ് അല്ല. ജീവിച്ചിരിക്കുന്നിടത്തോളം സന്തോഷത്തോടു കൂടി ജീവിക്കുക. കുടുംബ ബന്ധം ദൃഢമാക്കാൻ ക്ഷേത്രങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുക. മാതാ മൃദാനന്ദമയുടെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നവർ ഒരുമിച്ച്, സായിബാബയുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നവർ ഒരുമിച്ച്, ശ്രീ രവിശങ്കറിന്റെ കൂട്ടത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നവർ ഒരുമിച്ച്, NSSലോ SNDPയിലോ പുലയ മഹാസഭയിലോ എവിടെയാണോ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുക അവിടെ പ്രവർത്തിക്കുക. നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണെങ്കിൽ, കോൺഗ്രസ്സുകാരാണെങ്കിൽ, BJPക്കാരാണെങ്കിൽ അതിൽ തുടരുക. ഇവിടെ കേട്ടതും ഇവിടെ പഠിച്ചതും അതിനകത്തുള്ളവരെ പഠിപ്പിക്കുക. ഇവിടെ കേട്ടതും ഇവിടെ പഠിച്ചതും അതിനകത്തുള്ളവരെ പഠിപ്പിക്കുക. മാറാതിരിക്കില്ല. ഞാൻ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം പറഞ്ഞു, മാർക്സിസ്റ്റ് പാർട്ടി കാച്ചിയ പപ്പടം പോലെയാ, കോൺഗ്രസ് കാച്ചാത്ത പപ്പടം പോലെയാ, BJP വെള്ളത്തിൽ വീണ പപ്പടം പോലെയാ. കാച്ചിയ പപ്പടത്തിന്റെ മുകളിൽ കൈവച്ചാൽ മതി, അത് പൊട്ടും. ധരിക്കല്ലേ ഇവരെല്ലാത്തിനും എതിരാണെന്ന്. മാറ്റം വരുത്താൻ മിനിറ്റുകൾ മതി. ഞാൻ പട്ടാമ്പിയിൽ കഴിഞ്ഞ ആഴ്ച പോയപ്പോ എന്റെ മൊത്തം പരിപാടി സംഘടിപ്പിച്ചത് CPM വെൽക്കം സ്പീച്ച്. സഖാവ് ഗോപാലകൃഷ്ണന് പട്ടാമ്പിയിലേക്ക് സ്വാഗതം. സഖാവിന്റെ ജീവിതം മുഴുവനും ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഭാരതീയ പൈതൃകത്തിന്. സഖാവ് ഇത്രയും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി 40 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. സഖാവിനെ ഇന്ന് നമുക്ക് കിട്ടിയത് പുണ്യം. ഞാൻ ചിരിക്കുന്നുണ്ട്, സദസ്സ് ചിരിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിനും അറിയാം, അറിയാതെ പറയല്ല. എന്തൊരു മാറ്റ! മാറില്ലേ കേരളം? അടിമുടി മാറും, അടിമുടി മാറും. ആത്മീയതയിൽ ശാസ്ത്രവും
ശാസ്ത്രത്തിൽ ആത്മീയതയും കലർത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം. സമൂഹ ബന്ധത്തിന് ഉതകുന്ന ആചാരങ്ങള്. 9, വ്യത്യസ്ത വിഭാഗം ജനങ്ങളെ കോർത്തിണക്കുന്നതിനായുള്ള ആചാരങ്ങളും ഉത്സവങ്ങളും. ഓണാഘോഷം, രാമനവമി, അതേപോലെ തന്നെ ദസറ, എല്ലാം സമൂഹത്തിലെ ഐക്യത്തിനുള്ള ആചാരങ്ങള്. നമ്മുടെ വീട്ടിലുള്ളവരുമായി സമൂഹത്തിൽ ഇറങ്ങി പുറപ്പെടണം. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കണം. നാരായണ ഗുരു പറഞ്ഞ പോലെ ആരെയും ചവിട്ടി പുറത്താക്കരുത്, എല്ലാവരെയും അടിച്ചകത്താക്കുക. വാദിക്കാനും ജയിക്കാനും ശ്രമിക്കരുത്, അറിയാനും അറിയിക്കാനും ശ്രമിക്കുക. 10ാമത്തെ പോയിന്റ്, രാഷ്ട്രത്തിന്റെ ഉദ്ഗ്രഥനത്തിലുള്ള ആചാരങ്ങള്. ശബരിമലയിൽ കഴിഞ്ഞ വർഷം വന്നത് 5.8 കോടി ജനത. കേരളത്തിലെ ഹിന്ദുക്കളുടെ എണ്ണം 1.5 കോടി. ബാക്കിയുള്ളവർ എവിടെ നിന്ന് വന്നു? കർണാടക, തമിഴ്നാട്, ആന്ധ്ര. ഭാരതം എന്ന രാഷ്ട്രം ആത്മീയതയിൽ ഒരൊറ്റ ചരടിൽ കോർക്കുന്നു. ഞാൻ കൈലാസത്തിലേക്ക് നടന്നുപോയി, അതുപോലെ ബദ്രിനാഥിലേക്ക് നടന്നുപോയി, അമർനാഥിലേക്ക് നടന്നുപോയി, വൈഷ്ണോദേവിയിലേക്ക് നടന്നുപോയി. അവിടെ ആരും ചോദിച്ചില്ല കേരളീയനാണോ, തമിഴനാണോ, ആന്ധ്രാക്കാരനാണോ. ശബരിമലയിലേക്ക് പോകുമ്പോ നോക്കുക, ബർമൂഡ ട്രയാങ്കിൾ ഇട്ടോണ്ട ആന്ധ്രാപ്രദേശത്ത് നിന്ന് ഓരോന്ന് വരുന്നത്. പഴയ പാന്റിനെ കത്രിക ഉപയോഗിച്ച് മുറിച്ചാൽ ബർമൂഡ ട്രയാങ്കിളായി. വിശാഖപട്ടണത്തിൽ നിന്ന് കയറുമ്പോ ഇട്ടാൽ തിരിച്ച് വിശാഖപട്ടണത്തിൽ എത്തുമ്പോ ഊരിയാ മതി. നല്ലോണം കാറ്റ് കയറുകയും ചെയ്യും, ആവശ്യത്തിന് ഫ്രീഡം ഉണ്ട്, ഇതൊട്ട് ഊരി പോവുകയില്ല. ഓർമ്മിക്ക, താനും അയ്യപ്പൻ ഞാനും അയ്യപ്പൻ. ചെറിയ പെൺകുട്ടി മാളികപ്പുറം, വലിയ അമ്മൂമ്മ കുതിരപ്പുറം. എല്ലാവരും ഒരേപോലെ. 3300 അടി മുകളിലേക്ക് കയറുമ്പോ അവിടെ ആരും തമ്മിൽ ഒരു വ്യത്യാസം ഇല്ല. ഒരു ഈശ്വരന്റെ മുമ്പില് ദസറ ആഘോഷിക്കുമ്പോ കർണാടകത്തിൽ ആരും തമ്മിൽ വ്യത്യാസം ഇല്ല. മകരസംക്രാന്തി ആഘോഷിക്കുമ്പോ, വിനായക ചതുർത്ഥി ആഘോഷിക്കുമ്പോ ആന്ധ്രയിൽ ആരും തമ്മിൽ വ്യത്യാസം ഇല്ല. നമ്മളെ ഇംഗ്ലീഷുകാരല്ല ഒന്നാക്കിയത്. ഒരു തരത്തില് നമ്മളെ ഇംഗ്ലീഷുകാര് ഒന്ന് ആക്കി. അതിപ്പോ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമ്മളെ ഒന്നാക്കിയത് അവരല്ല, ഒന്ന് ആക്കിയത് അവരാണ്. അതാണ് പാർലമെന്റ്. ശൈത്യകാല സമ്മേളനവും പോയി, വർഷക്കാല സമ്മേളനവും പോയി. 1 മണിക്കൂർ പാർലമെന്റിന് 200 കോടി രൂപ ചെലവ്. നമ്മുടെ ഭരണം അത് ഇംഗ്ലീഷുകാരിൽ നിന്ന് കിട്ടിയതാ. അങ്ങനെ ആയിരുന്നില്ല ഇവിടെ. ഭാര്യയെ കുറിച്ച് സമൂഹം ചീത്ത പറഞ്ഞപ്പോൾ ആ ഭാര്യയെ മാറ്റി നിർത്താൻ ചങ്കൂറ്റം കാണിച്ച ശ്രീരാമൻ ഭരിച്ച രാജ്യമാണ് ഭാരതം. അത് ബന്ധുവാണെങ്കിലും വേണ്ടപ്പെട്ടവനാണെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് സമൂഹത്തിന് തോന്നിയാൽ അതിന് സമൂഹത്തിന്റെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നു. ഇനി 2 മിനിറ്റേ ഉള്ളൂ അനുവദിച്ചിരിക്കുന്നത്. അടുത്ത 5 വരി ഒരുമിച്ച് അങ്ങോട്ട് വായിക്കാം. ഇത് നിങ്ങൾക്ക് വേറെ ആരും പറഞ്ഞു തരില്ല, പഠിക്കണം. ഇവിടെ ആയതുകൊണ്ട് ഞാൻ സമയം കടക്കുന്നില്ല. കാരണം ഏത് യമധർമ്മ രാജാവ് ഇവിടെ ഇരുന്നുകൊണ്ട് പ്രഭാഷണം നടത്തിയാലും നിർത്താനായിട്ട് നോട്ട് വരുന്ന ഒരേ ഒരു സ്ഥലം ഇവിടെയാ. അതുകൊണ്ട് ഈശ്വര സങ്കല്പത്തിലെ 5 പോയിന്റ് ഇത് തന്നെ പഠിക്കണം. പഠിപ്പിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് മാത്രം. പൂജയും പ്രാർത്ഥനയും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാര ആഘോഷങ്ങളും എല്ലാം അടങ്ങുന്നത് സാധാരണക്കാരന്റെ നിലവാരത്തിലുള്ള ആത്മീയത. ക്ഷേത്ര പൂജ, ക്ഷേത്ര വഴിപാട്, ക്ഷേത്ര അനുഷ്ഠാനം എന്നിവ സാധാരണക്കാരന് വേണ്ടതാണ്. അത് ഒന്നാമത്. നിർത്താനല്ല, 15 മിനിറ്റ് കൂടി പൊക്കോളാനാ. ആ കയ്യടിച്ചവർക്ക് നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം. ഓർമ്മിക്ക, ആ ക്ഷേത്രത്തില് മനസ്സിന് നന്മ വരുത്തുന്ന, ശരീരത്തിന് ആരോഗ്യം വരുത്തുന്ന, കുടുംബ ബന്ധം ദൃഢമാക്കുന്ന, സാംസ്കാരിക മൂല്യങ്ങൾക്ക് ഉയർച്ച ലഭിക്കുന്ന, സമൂഹത്തിൽ ഐക്യമുണ്ടാക്കുന്ന, രാഷ്ട്രത്തിൽ ഉദ്ഗ്രഥനമുണ്ടാക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളുടെ കേന്ദ്രമാണ് ഗ്രാമത്തിന്റെ തലസ്ഥാനമായ ക്ഷേത്രങ്ങള്, ഗ്രാമാധിപനായ ക്ഷേത്ര വിഗ്രഹം. അതാണ് ക്ഷേത്രം പ്രാർത്ഥനാലയമല്ല ഹിന്ദുക്കൾക്ക്.
പള്ളി ക്രിസ്ത്യാനികൾക്കും മസ്ജിദ് മുസ്ലിങ്ങൾക്കും പ്രാർത്ഥനാലയം, പ്രയർ ഹാൾ. ക്ഷേത്രം ഹിന്ദുക്കൾക്ക് എനർജൈസേഷൻ സെന്റർ. എനർജൈസേഷൻ സെന്റർ. തളരുന്ന മനസ്സിന്, തകരുന്ന ശരീരത്തിന്, ഛിദ്രമാകുന്ന കുടുംബ ബന്ധത്തെ, വ്യതിചലിക്കുന്ന സമൂഹത്തിന്റെ ഐക്യത്തെ, ച്യുതി സംഭവിക്കുന്ന മൂല്യത്തെ, ഉദ്ഗ്രഥനത്തിന് വിപരീതം സംഭവിക്കുന്ന രാഷ്ട്രത്തെ ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിക്കുന്ന കേന്ദ്രങ്ങളാണ് ഭാരതത്തില് ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്രം. അവിടെ നിന്നുയരണം. അത് വ്യക്തിയധിഷ്ഠിതമായ ഉയർച്ച, അവതാരങ്ങളുടെ ലെവല്. ശ്രീരാമനും ശ്രീകൃഷ്ണനും നമ്മളെ പോലെയുള്ള മനുഷ്യരായിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഭഗവാൻ ശ്രീരാമൻ, ഭഗവാൻ ശങ്കരാചാര്യര്, ഭഗവാൻ രമണ മഹർഷി, ഭഗവാൻ ശ്രീരാമകൃഷ്ണ പരമഹംസര് ഭഗവാന്റെ ലെവലിലേക്ക് ഉയർന്ന വ്യക്തികള്. ആത്മീയതയിൽ ഉയർന്നവരെ നമ്മള് ഭഗവാൻ എന്ന് പറയും. ഡോക്ടർ APJ അബ്ദുൽ കലാം, ശാസ്ത്രമണ്ഡലത്തിലെ അവതാരം. ഡോക്ടർ CV രാമൻ 189 രൂപ കൊണ്ട് ഉണ്ടാക്കിയ ഉപകരണത്തില് നോബൽ സമ്മാനം വാങ്ങിച്ച അവതാരമായ CV രാമൻ. സംഗീത മണ്ഡലത്തില് അവതാരമായി മാറിയ ഡോക്ടർ KJ യേശുദാസ്, ഡോക്ടർ ബാലമുരളികൃഷ്ണ, ഡോക്ടർ SP ബാലസുബ്രഹ്മണ്യം. സംഗീത മണ്ഡലത്തില് ഓരോ മണ്ഡലത്തിലുമുണ്ട് അവതാരങ്ങളായിട്ട്. അമൃതാനന്ദമയ്യെ പോലെ 36 മണിക്കൂർ നിങ്ങൾക്കിരിക്കാൻ സാധിക്കുമെങ്കിൽ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പിക്കൊണ്ട് നിങ്ങളും അവതാരമാണ്. അതുകൊണ്ട് ഗോപാലകൃഷ്ണൻ പറയുന്നു അമൃതാനന്ദമയി അവതാരമാണ്. ഭഗവാൻ സായിബാബ, ഇവര് രണ്ടുപേരും ഉള്ളവരുടെ അടുത്തുനിന്ന് കൈനീട്ടി വാങ്ങിച്ച ഇല്ലാത്തവർക്ക് കൊടുക്കുന്നു. ഋഷിമാരും ചെയ്തത് അത് തന്നെയാ. സ്വയം തപസ് ചെയ്ത് പ്രകൃതിയിൽ നിന്ന് ചൈതന്യം ഏറ്റെടുത്ത് മറ്റുള്ളവരെ അനുഗ്രഹിച്ചു കൊടുത്തു. അമ്മയും ശ്രീ രവിശങ്കറും അവരെല്ലാം ചെയ്യുന്നത് ഒന്ന് തന്നെ. അവരവരുടെ ആരാധകർക്കും മറ്റുള്ളവർക്കും ഇവരും അവതാരങ്ങൾ തന്നെയാണ് അറിയാൻ നമുക്ക് സാധിക്കണം. അത് രണ്ടാമത്തെ ലെവലില് ഉള്ളത്. മൂന്നാമത്തെ ലെവലിലേക്ക് കടന്നാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്ന ലക്ഷ്മി, സരസ്വതി, പാർവതിയും അതേപോലെ സൃഷ്ടിസ്ഥിതി സംഹാരത്തിന്റെ ആധാരമായ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരും ലക്ഷ്മി, സരസ്വതി, പാർവതിയും അകത്തും പുറത്തുമുണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന അനുഭവത്തിന്റെ തലത്തിലുള്ള ആത്മീയത. ഈ പ്രപഞ്ചത്തിലെ സർവ്വതിനെയും സൃഷ്ടിക്കുന്ന, ജീവനുള്ളതിനെയും ജീവനില്ലാത്തതിനെയും സൃഷ്ടിക്കുന്ന ആ ശക്തിയെ ഭാരതീയര് ബ്രഹ്മാവ് എന്ന് പേര് കൊടുത്തു. സ്ഥിതി നിലനിർത്തുന്ന പ്രകൃതി ശക്തിയെ ഭാരതീയര് മഹാവിഷ്ണു എന്ന് പേര് കൊടുത്തു. സംഹാര ശക്തിയിലൂടെ തിരിച്ചെടുക്കുന്ന പ്രകൃതി ശക്തിക്ക് ഭാരതീയര് ശിവൻ എന്ന് പേര് കൊടുത്തു. ശിവന് 2 രൂപമുണ്ട്. ശാന്തമായ രൂപം, രൗദ്രമായ രൂപം. കാറ്റിന് 2 രൂപമുണ്ട്. ഫാനിന്റെ അടിയിൽ കിട്ടുമ്പോഴുള്ള കാറ്റ് ടെമ്പസ്റ്റും സൈക്ലോണും. വെള്ളത്തിന് 2 ഭാവമുണ്ട്. ടാപ്പിലൂടെ വരുന്ന വെള്ളം, സുനാമി അടിച്ചു വരുന്ന വെള്ളം. അഗ്നിക്ക് 2 ഭാവമുണ്ട്. വിളക്കിലെ ജ്യോതി, തീനാളം, അതേപോലെ കാട്ടുതീയ്. ഭൂമിക്ക് 2 ഭാവമുണ്ട്. ശാന്തമായ ഭൂമി, ഒന്നിളകുന്ന ഭൂമി. ഒന്ന് ആലോചിച്ച് നോക്കാം. അഗ്നിക്ക്, വായുവിന്, ജലത്തിന്, ഭൂമിക്ക്, രോഗത്തിന് 2 ഭാവമുണ്ട്. ചെറിയ അസുഖം, മാരകമായ അസുഖം. ഈ 5നെയും പ്രതിനിധാനം ചെയ്യുന്നു ശിവൻ. ലോകത്തില് 446 ആറ്റമിക് റിയാക്ടറുകൾ ഉള്ളതില് 446 ശിവലിംഗത്തിന്റെ രൂപത്തിലാണ്. 446 ശിവലിംഗം കൈലാസപർവ്വതത്തിന്റെ മിനിയേച്ചർ ഫോം. കൈലാസപർവ്വതത്തിന്റെ സാറ്റലൈറ്റ് പിക്ചർ നോക്കിയാല് ശിവലിംഗം പോലെയാണ്. കൈലാസപർവ്വതത്തിന്റെ പ്രത്യേകത എന്താ? കഴിഞ്ഞ വർഷം ഡിസ്കവറി ചാനലില് നല്ലൊരു ആർട്ടിക്കിൾ, 2 ദിവസം ഓരോ മണിക്കൂർ. കൈലാസപർവ്വതത്തിൽ നിന്ന് പടിഞ്ഞാറ് ഇറാഖ് വരെ, വടക്ക് മംഗോളിയ വരെ, കിഴക്ക് സിംഗപ്പൂർ വരെ,
തെക്ക് മൊറീഷ്യസ് വരെയുള്ള കാലാവസ്ഥ നിയന്ത്രിക്കുന്നത് ഒറ്റ പർവ്വതാണ്, കൈലാസ പർവ്വതം. അതുകൊണ്ട് ഭാരതീയർ കൈലാസത്തെ ആരാധിച്ചു. ആ ശിവന്റെ ജടയ്ക്കകത്ത് ശക്തമായ കാറ്റ്, ജടയ്ക്കകത്ത് ശക്തമായ ജലം, ഈ തൃക്കണ്ണില് അഗ്നി, ആയുധം ത്രിശൂലം, കഴുത്തിലെ സർപ്പം, ഇന്റർനാഷണൽ മെഡിക്കൽ അസോസിയേഷൻ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ എംബ്ലമായ രോഗം, 5 പ്രതിനിധാനം ചെയ്യുന്നു ശിവൻ. ബ്രഹ്മാവിന് 4 തല, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്, ടൈം ആക്സിസ്. മഹാവിഷ്ണുവിന് നീല നിറം, ആകാശത്തിന്റെയും സമുദ്രത്തിന്റെയും നിറം. കോയിൽഡ് സ്ട്രക്ചർ, അനന്ത സർപ്പം, അനന്തം, ഇൻഫിനിറ്റി, പാലാഴി, മിൽക്കി വേ ഗാലക്സി, എല്ലാം സയൻസാണ്. 3ാമത്തെ ലെവലില് സൃഷ്ടിസ്ഥിതി സംഹാരം നടക്കുന്ന 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കള്, 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങള്, 80,000 തരത്തിലുള്ള വൃക്ഷങ്ങള്, 10 ലക്ഷം തരത്തിലുള്ള സൂക്ഷ്മജീവികള്, അനേക കോടി ബ്രഹ്മാണ്ടങ്ങള് സൃഷ്ടിസ്ഥിതി സംഹാരത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ പ്രപഞ്ചത്തിന് ഒരു ചൈതന്യമുണ്ട്, ഗൈഡ് ചെയ്യുന്നത്. അത് എന്റെ അകത്തുമുണ്ട് പുറത്തുമുണ്ടെന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെയാ നിങ്ങളിപ്പോ ഇരിക്കുന്നത്. മനസ്സിൽ ഇച്ഛാശക്തി, തലച്ചോറിൽ ജ്ഞാനശക്തി, ശരീരാവയവങ്ങളിൽ ക്രിയാശക്തി. മനസ്സിൽ ഇച്ഛാശക്തി, തലച്ചോറിൽ ജ്ഞാനശക്തി, ശരീരാവയവങ്ങളിൽ ക്രിയാശക്തി. ഇച്ഛാശക്തി ലക്ഷ്മി, ജ്ഞാനശക്തി സരസ്വതി, ക്രിയാശക്തി പാർവതി. അകത്തും പുറത്തുമുണ്ടെന്ന് തിരിച്ചറിയുന്ന 3ാമത്തെ ലെവല്. 4ാമത്തെ ലെവലിലേക്ക് എത്തിയാൽ ഈ പ്രപഞ്ചത്തെ തന്നെ ഈശ്വരനായി കാണാൻ സാധിക്കുന്നത് 9 മതങ്ങൾ ഉള്ളതില് ഒരു ധർമ്മമായ ഹിന്ദുക്കൾക്ക് മാത്രം പ്രപഞ്ചത്തെ ഈശ്വരനായി കാണാൻ സാധിക്കാം. 700 ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീതയിലെ 11ാം അധ്യായത്തില് ദിവി സൂര്യ സഹസ്രസ്യ ഭവേത് യുഗപതുത്തിത യദിവാ സദൃശീ സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ. 1000കണക്കിന് സൂര്യന്മാർ ഉദിച്ചുയരുന്നത് പോലെ കാണുന്നു കൃഷ്ണ പ്രപഞ്ച രൂപത്തിലുള്ള നിന്നെ. വിശ്വരൂപ ദർശന യോഗാധ്യായം. നാന്തം ന മദ്യം ന പുനസ്തവാദിം, തുടക്കവും മധ്യവും അവസാനവുമില്ലാത്ത ആ പ്രപഞ്ചത്തെ ദിവ്യം ദദാമി തേ ചക്ഷു പശ്യമേ യോഗമൈശ്വര്യം. ദിവ്യ ചക്ഷുസുകൊണ്ട് അർജുനൻ കണ്ടു, ഭാരതീയ ഋഷിവര്യന്മാരും കണ്ടു ഈ പ്രപഞ്ചത്തെ മുഴുവനും ഈശ്വരനായിട്ട്. വിഷ്ണു സഹസ്രനാമത്തിലെ ധ്യാനമന്ത്രത്തിലുണ്ട് ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം. അടുത്ത വാക്ക് വിശ്വാകാരം, വിശ്വാധാരം. രണ്ടും ശരിയാ. ഗഗന സദൃശം, മേഘവർണം, ശുഭാംഗം, ലക്ഷ്മീകാന്തം. വിശ്വത്തിന്റെ ആകൃതിയിലുള്ള മഹാവിഷ്ണുവിനെ വിശ്വം വിഷ്ണുവഷത്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭോ ഭൂതവൃത് ഭാവോ ഭൂതാത്മാ ഭൂതഭാവന. വിഷ്ണു സഹസ്രനാമത്തിലെ മന്ത്രം. ഋഗ്വേദത്തിലുണ്ട് വിശ്വതശ്ചക്ഷുരുത വിശ്വതോ മുഖോ വിശ്വതോ ബാഹുരുത വിശ്വതസ്പാദ തം ബാഹുഭ്യാം നമാതി സമ്പദത്രൈ ധ്യാവാ പൃഥിവീ ജനയൻ ദേവയേകാഃ. പ്രപഞ്ചം മുഴുവനും കണ്ണുകളും തലച്ചോറും കൈകളും പാദങ്ങളുമുള്ള ആ പ്രപഞ്ച സൃഷ്ടാവിനെ ഞാൻ എന്റെ 2 കൈകൾ കൊണ്ട് നമസ്കരിക്കുന്നു എന്ന് പറയുന്ന 4ാമത്തെ ലെവല് സാധിക്കും നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ. റോബർട്ട് ഹോയൽ എന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഞാൻ ഭാരതത്തിലാ ജനിച്ചിരുന്നെങ്കിൽ എനിക്ക് 3 നോബൽ പ്രൈസ് കിട്ടുമായിരുന്നു, ഇപ്പൊ 2 കിട്ടിയിട്ടുള്ളൂ എന്ന്. കാരണം പ്രപഞ്ചത്തെ ഈശ്വരനായി കാണാൻ സാധിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു ജനത ഭാരതീയരാണ്. 4ാമത്തെ ലെവല്. 5ാമത്തെ ലെവലിൽ എത്തിയാൽ വിവരിക്കാൻ സാധിക്കാത്ത ലെവല്. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാസഹ. 5ാമത്തെ ലെവല് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കില്ല. നതത്ര ചക്ഷുർ ഗച്ഛതി, കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല. ന വാക് ഗച്ഛതി, വാക്കുകൊണ്ട് വിവരിക്കാൻ സാധ്യമല്ല. നോ മനഃ, മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ സാധ്യമല്ല. ന വിദ്മോ, ആ അവസ്ഥയെ കുറിച്ച് അറിയുന്നവരാരും ഇല്ല. ന വിജാനീമോ, അത് അറിയിക്കാൻ കഴിവുള്ളവരാരും ഇല്ല. അങ്ങനെയുള്ള ആത്മാവിന്റെയും പരമാത്മാവിന്റെയും ലെവലുള്ള ഈശ്വരൻ. നതത്ര സൂര്യോഭാതി, ആ പരമാത്മ ചൈതന്യത്തിന്റെ മുമ്പില് സൂര്യപ്രകാശം ഒന്നുമല്ല. നേമാ വിദ്യുതോ ഭാന്തി,
ചന്ദ്രതാരകമൊന്നുമല്ല, ഇടിവെട്ടിന്റെ ഇടിമിന്നലൊന്നുമല്ല, ഒന്നുമല്ലാത്ത ആ പ്രപഞ്ച ചൈതന്യത്തെ കുറിച്ച് എനിക്ക് വിവരിക്കാൻ വയ്യ. അവസാനമായിട്ട് ഒന്നുകൂടി പറയാം. ഒരിക്കലേ പറയുള്ളൂ, നിങ്ങൾക്കുള്ളതല്ല. ശങ്കരാചാര്യര് കേദാർനാഥ ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് തൊഴുതുകൊണ്ട് 32ാമത്തെ വയസ്സിൽ പറഞ്ഞു, ജഗദീശ്വര, അടിയൻ 3 തെറ്റ് ജീവിതത്തിൽ ചെയ്തു. 32ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറയുന്ന ശങ്കരാചാര്യർ പറഞ്ഞു, ഞാൻ 3 തെറ്റ് ചെയ്തു. എന്താത്? രൂപം രൂപവിവർജിതസ്യ ഭവതോ ധ്യായേന യത്കൽപിതാം സ്തുത്യാ നിർവചനീയതാ ഗിലഗുരോ ദൂരീകൃതായന്മയാ വ്യാപ്തിത്വം ച നിരാകൃതം ഭഗവതോ യത്തീർത്ഥയാത്രാദിന ക്ഷന്തവ്യാം ജഗദീശ വികൽപ്പേന ദോഷത്രയം മത്കൃതം. കത്തിക്കാളി പറയേണ്ട ശ്ലോകം നിങ്ങൾ പറയേണ്ടതല്ല, നമ്മൾ പറയേണ്ടതല്ല. ശങ്കരാചാര്യരുടെ ലെവലിൽ നമ്മൾ എത്തിയിട്ടില്ല. രൂപമില്ലാത്ത ജഗദീശ്വര, അങ്ങക്ക് രൂപം നൽകി ബിംബമുണ്ടാക്കി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അടിയൻ തൊഴുതു നിന്ന തെറ്റിനോട് പൊറുക്കേണമേ. വ്യാപ്തിത്വം ച നിരാകൃതം ഭഗവതോയ തീർത്ഥയാത്രാദിന. ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്ന ജഗദീശ്വര, അങ്ങിരിക്കുന്നത് ക്ഷേത്രത്തിലെ ശ്രീകോവിലിനകത്താണെന്ന് തെറ്റിദ്ധരിച്ച് ക്ഷേത്രങ്ങൾ തോറും തീർത്ഥാടനം നടത്തിയ അടിയൻ ചെയ്ത തെറ്റിനോട് പൊറുക്കേണമേ. സ്തുത്യ അനിർവചനീയതാ ഗിലഗുരോ ദൂരീകൃതായന്മയ. പരിമിതമായ അക്ഷരങ്ങളുള്ള, പരിമിതമായ വാക്കുകളുള്ള, പരിമിതിയുള്ള ഭാഷ കൊണ്ട് പരിമിതിയില്ലാത്ത അങ്ങയെ വിവരിക്കാൻ ശ്രമിച്ച അടിയൻ ചെയ്ത തെറ്റിനോട് പൊറുക്കേണമേ. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ വിട്ടുകളഞ്ഞേക്ക. നമുക്കുള്ളതല്ലാതെ ആ ലെവലിലെത്തുമ്പോഴുള്ളതാണ്. അതും പറഞ്ഞൊരു നാടാണ് ഗോപാലകൃഷ്ണൻ തൊഴുകയോടെ പറയുന്നു, ഇനി 2 മിനിറ്റേ ഉള്ളൂ, അനുവദിച്ച എക്സ്ട്രാ ടൈമിന് പ്രവർത്തിക്കണം, പഠിക്കണം, പഠിക്കണം, പഠിക്കണം. ഇത് ഗോപാലകൃഷ്ണന്റെ അഭ്യർത്ഥന. പറ്റാവുന്നത് പഠിക്കുക. ഭാരതം മാറുന്നു, ലോകം മാറുന്നു, കേരളം മാറുന്നു, ആടിമുടി മാറുന്നു. ആ മാറ്റത്തിന് നിങ്ങൾ വിളക്ക് കത്തിക്കണം. ഞാൻ എന്ത് ചെയ്യാൻ? അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയേ ഇല്ല. സാധിക്കുന്നതെല്ലാം ചെയ്യുക. ഞാൻ നല്ലതിനും ഇല്ല, ചീത്തയ്ക്കും ഇല്ല, ഒതുങ്ങിക്കൂടി കഴിയുകയാണ്. തെറ്റ്, തെറ്റ്, മരണം വരെ പ്രവർത്തിക്കുക. വാശിയും വൈരാഗ്യത്തിലൂടെ അല്ല. യജ്ഞാത്ത കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മകൗന്ദേയ മുക്തസംഗ സമാചര. ബന്ധനമില്ലാതെ പ്രവർത്തിക്കുക, യജ്ഞഭാവത്തിൽ പ്രവർത്തിക്കുക, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ പ്രവർത്തിക്കുക. അതിന്റെ അനുഭവം ലഭിക്കുന്ന ഒരു വ്യക്തിയാ ഗോപാലകൃഷ്ണൻ. അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയുന്നു, പ്രവർത്തിക്കുക, പഠിക്കുക. എന്ത് നിങ്ങൾ പഠിച്ചോ മറ്റുള്ളവരെ പഠിപ്പിക്കുക, അത് പ്രചരിപ്പിക്കുക, പ്രവർത്തിക്കുക. അതേപോലെ ആവശ്യമുണ്ടെന്ന് തോന്നുന്ന സമയത്തില് പ്രതികരിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഒരു പാരഗ്രാഫ് കൂടി പറയണമെന്നുണ്ടായിരുന്നു. അത് പറഞ്ഞാൽ ഈ ഒരു സദസ്സിന് അത് അസ്ഥാനത്താവുന്നുള്ളത് കൊണ്ട് ഇപ്പൊ പറയുന്നില്ല. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വിവാഹ പൊരുത്തത്തെ കുറിച്ച് ആ തെറ്റിദ്ധാരണകൾ മാറ്റാനുള്ളതാണ്. ഞാനത് പറയുന്നില്ല. അടുത്ത പ്രാവശ്യം ജീവനോടെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ക്ലാസ് എടുക്കാൻ സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള ഹൃദയ സംതൃപ്തിയോടെ ഗോപാലകൃഷ്ണൻ സ്വയം പറയുന്നു, നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു? പാതിമയ്യായ മാതാവിനോ പാതിമയ്യായ പിതാവിനോ 10 മാസം ചുമന്ന് എന്നെ നാനാക്കി മാറ്റിയ സത്യഭാമയോടോ, എന്നെ ഈ പ്രഭാഷണത്തിന് ക്ഷണിച്ച ഭൂമാനന്ദ സ്വാമിയുടെ കൂട്ടത്തിലുള്ളവരോടോ, എന്റെ പ്രഭാഷണം കേൾക്കാൻ ഇത്രയും ഉജ്ജ്വലമായിട്ടിരുന്ന നിങ്ങളോടോ ഗോപാലകൃഷ്ണന് നന്ദി പറയേണ്ടത് ആരോടാണെന്ന് അറിഞ്ഞൂടാ. എങ്കിലും പ്രാർത്ഥിക്കുന്നു, ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു, ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി.
ഉജ്ജ്വലമായ മൈക്ക് തന്ന, ഉജ്ജ്വലമായ രീതിയിൽ എന്റെ മുമ്പിലിരുന്ന എല്ലാ നന്മകളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഗോപാലകൃഷ്ണന്റെ പ്രണാമം, പ്രണാമം, പ്രണാമം.